ക്ലാസ്സിന്റെ ഒരു വെബിനാർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. HSST കൊമേഴ്സിന്റെ വിജ്ഞാപനം വന്നത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ടീച്ചിങ് ജോബ് വളരെ അധികം കാത്തിരുന്ന ഒരു എക്സാം ആണ്. ഇതിന് എത്ര നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ സെഷനോട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള രാഹുൽ സാർ നമ്മുടെ ഒപ്പം ഉണ്ട്. സർ, പ്ലീസ് ജോയിൻ us. ഓക്കെ, അപ്പോൾ എല്ലാ സ്റ്റുഡൻസും ജോയിൻ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് ആദ്യമേ തുടങ്ങേണ്ട HSST കൊമേഴ്സ് ആണ്. HSST കൊമേഴ്സ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഒരു ടീച്ചിങ് പ്രൊഫഷൻ ആണ്. കേരളത്തിലെ ഹയർ സെക്കൻഡറി +1, +2 തുടങ്ങിയ ഹയർ സെക്കൻഡറി സ്കൂളുകളിലേക്ക് അധ്യാപകരുടെ ഗവൺമെന്റ് PSC വഴി അധ്യാപക കൊമേഴ്സിലേക്കുള്ള അധ്യാപക പോസ്റ്റുകളിലേക്ക് നിയമിക്കുന്നതിനെയാണ് നമ്മൾ HSST കൊമേഴ്സിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ വിജ്ഞാപനം വന്നു. അപ്പോൾ നമ്മൾ ഓവർവ്യൂ ആയിട്ട് നമ്മൾ പറയാൻ പോകുന്ന ഒന്ന് അതിന്റെ ജോബ് പ്രൊഫൈലാണ്. രണ്ടാമത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് സിലബസ് ആൻഡ് മെറ്റീരിയൽസും എക്സാം അനാലിസിസും ആയിരിക്കും. ഇത് രണ്ടുമായിരിക്കും ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ റീസെന്റ് ആൻഡ് ട്രെൻഡ്സ് ആൻഡ് സ്റ്റഡി സ്ട്രാറ്റജി. ഓക്കെ, അപ്പോൾ നമുക്കറിയാം കാറ്റഗറി നമ്പർ 339,217 ആണ്. ഏജ് ലിമിറ്റ് ഒക്കെ 20-40 ആണ്. സ്കെയിൽ ഓഫ് പേ 45,600 to 95,600 ആണ്. ശ്രദ്ധിക്കുക, ഇത് ബേസിക് പേ ആണ്. ഇതിന്റെ കൂടെ DA, HRA, മറ്റുള്ള അലവൻസ് എല്ലാം കൂടെ ആഡ് ചെയ്യും. എല്ലാം കൂടെ കയ്യിൽ വരുമ്പോൾ ഒരു ഹാൻഡ് ഓൺ കിട്ടുമ്പോൾ ഏകദേശം 70,000ഓളം വരും ഫസ്റ്റ് കയറുന്ന ഒരാളിന്. കഴിഞ്ഞ തവണ 140 പേർക്ക് ടോട്ടലായിട്ട് അഡ്വൈസ് ലഭിച്ചു. ഇതാണ് അതിന്റെ ഒരു ഓവറോൾ വ്യൂ. ജനറൽ റിക്രൂട്ട്മെന്റ് ടോട്ടൽ അഡ്വൈസ് 140 വരെയാണ്. അതിൽ ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് 100 ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്, PSC എടുത്തിട്ടുള്ളത്. സോ ജസ്റ്റ് ഇത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. എത്ര വേക്കൻസി അതൊക്കെ ഓരോ ഇയറിനെയും ഡിപ്പെൻഡ് ചെയ്തു ഇരിക്കും. അപ്പോൾ ഇത്തവണ എത്ര വേക്കൻസി ഉണ്ട്, അല്ലെങ്കിൽ എത്ര പേര് എടുക്കും, കഴിഞ്ഞ തവണ ഇത്ര പേര് എടുത്തത് കൊണ്ട് ഇത്തവണ എടുക്കണമെന്നില്ല. ചിലപ്പോൾ അതിലും കൂടുതൽ കാൻഡിഡേറ്റ്സിനെ അവരെടുത്തെന്നും ഇരിക്കും. ഓക്കെ, പിന്നെ ഇതിന്റെ ക്വാളിഫിക്കേഷൻ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ MCOM വേണം, MCOM PG വേണം, കൊമേഴ്സിൽ PG. ദാറ്റ് മീൻസ് MCOM വേണം. അതിന്റെ കൂടെ നിങ്ങൾ സെറ്റ് എന്ന് പറയുന്ന ഒരു എക്സാം പാസ്സായിരിക്കണം. നിർബന്ധമായിട്ടും BEd വേണം. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ ഈ എക്സാമിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് BEd മസ്റ്റ് ആയിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ്. BEd ഇല്ലാത്ത കുട്ടികളെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് PSC എന്ത് ചെയ്യും? PSC ഓട്ടോമാറ്റിക്കലി ഡൗൺ ചെയ്യുന്നതായിരിക്കും. കാരണം എനിക്കത് പറ്റിയതാണ്. ഞാൻ റാങ്ക് ലിസ്റ്റിൽ വന്നു, ഫസ്റ്റ് എക്സാം പാസ്സായി, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എനിക്ക് BEd ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് എന്റെ പോസ്റ്റ് പോയത്. അതുകൊണ്ട് BEd പിന്നെ എടുത്താൽ മതി എന്ന് പറയും, പക്ഷെ അത് പോരാ. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ BEd വേണം. BEd ഇല്ലാത്തവരുടെ അഭാവത്തിലാണ് അങ്ങനെ എടുക്കുന്നത്, പക്ഷെ അതെന്തായാലും ഉണ്ടാകാനുള്ള സാധ്യത വളരെ വിരളമാണ്. പിന്നെ നിങ്ങൾക്ക് 50%, PGയിൽ 50% മാർക്ക് നിർബന്ധമായും വേണം. പിന്നെ റെഗുലർ കോഴ്സിൽ നിങ്ങൾ BEd കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഇത് രണ്ടുമാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് വരുന്നത്. PhD ഉണ്ട്, MPhil ഉണ്ടെങ്കിലും പോരാ, പക്ഷെ നിങ്ങൾ BEd നിർബന്ധമായും വേണം. MPhil ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട, സെറ്റ് എക്സാമിന് ഒരു എക്സംഷൻ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സെറ്റ് എക്സാമിന് ഒരു എക്സംഷൻ കാണും. പക്ഷെ മാസ്റ്റേഴ്സ് ഡിഗ്രി, BEd ഡിഗ്രി പ്ലസ് സെറ്റ്, ഇത് മൂന്നും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റൂ, അപ്ലൈ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ലാസ്റ്റ് എക്സാം ഡീറ്റെയിൽസ് ആണ് ഇത് മൊത്തം വന്നിരിക്കുള്ളത്. കട്ട് ഓഫ് കഴിഞ്ഞ തവണത്തെ എക്സാം വളരെ വളരെ ടഫായിരുന്നു. കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം 19 ആണ് ഔട്ട് ഓഫ് 100. അപ്പോൾ മാക്സിമം മാർക്ക് സ്കോർ ചെയ്തത് തന്നെ 40 ആണ്. അപ്പോൾ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്ത കാൻഡിഡേറ്റ്സിന്റെ എണ്ണം 784 ആണ്. ഓക്കെ, ഇനി എക്സ്പെക്ടഡ് ടോപ്പിക്സ് ഫോർ ദി എക്സാം ആൻഡ് എക്സ്പെക്ടഡ് ഡേറ്റ് ഫോർ ദി എക്സാമിനേഷൻ. ഓക്കെ, ഇനി നമ്മളുടെ മെയിൻ ആയിട്ട് നമ്മളുടെ വരുന്നത് ഇവിടെയാണ്, എക്സ്പെക്ടഡ് ടോപ്പിക്സ് ഫോർ ദി എക്സാമിനേഷൻ. ഓക്കെ, അപ്പോൾ എക്സ്പെക്ടഡ് ടോപ്പിക്സിൽ നമ്മൾ പറയുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. ഓക്കെ, അപ്പോൾ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ വരുന്ന സബ് പോർഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, HSST കൊമേഴ്സ് പോലുള്ള ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിന് നിങ്ങൾ പോയാലും ആ ബോഡി, കണ്ടക്ട് ചെയ്യുന്ന ബോഡി, ഇവിടെ പബ്ലിക് സർവീസ് കമ്മീഷൻ PSC ആണ്, അവര് തരുന്ന ഒരു സിലബസ് ഉണ്ടായിരിക്കും.
ആ സിലബസിന്റെ അകത്ത് നിന്ന് മാത്രമേ ചോദ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. 99%. ഒരു കാരണവശാലും ആ സിലബസിന്റെ വെളിയിൽ നിന്ന് നിങ്ങൾ ഒരു കാരണവശാലും പഠിക്കാനോ പ്രിപ്പയർ ചെയ്യാനോ പാടില്ല. സ്റ്റിക്ക് ടു ദ സിലബസ്. നമ്മൾ ആ സിലബസ് എന്താണോ അവർ തന്നിരിക്കുന്നത് ആ സിലബസ് മാത്രം നമ്മൾ ഫോളോ ചെയ്യുക. ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യില്ല, കാലുകയറി പഠിച്ചിട്ട് കാര്യമില്ല. നമുക്ക് തരുന്ന സിലബസ് എന്താണോ ആ സിലബസിന്റെ ഉള്ളിൽ നിന്ന് മാത്രമേ ചോദ്യങ്ങൾ ചോദിക്കൂ. ആ സിലബസിനെ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ്. നമ്മൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പോകുമ്പോൾ നമ്മൾക്ക് എന്ത് പഠിക്കണം, എന്ത് പഠിക്കേണ്ട എന്നാണ് നമ്മൾ ആദ്യമേ ചിന്തിക്കേണ്ടത്. കാരണം ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം. അത് നിങ്ങൾ ആദ്യമേ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഫസ്റ്റ് റൗണ്ട് നിങ്ങൾ വിജയിച്ചു. അപ്പോൾ ഇവിടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നിങ്ങൾ പഠിക്കേണ്ടത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്. കമ്പനി അക്കൗണ്ട്സ്, അമാൽഗമേഷൻ, അബ്സോർപ്ഷൻ, റീകൺസ്ട്രക്ഷൻ, ഹോൾഡിംഗ് അക്കൗണ്ട്സ്, liquidation, analysis and interpretation of financial statements, ratio analysis, fund flow analysis, cash flow analysis, working capital management, valuation of shares and goodwill, insolvency accounts, inflation accounts, insurance claims and double account system. ഞാൻ പറയുന്നത് ഓഡിബിൾ അല്ലേ എല്ലാവർക്കും? ഹലോ, ഓക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ച് ചോദിക്കാം, ഇല്ലെങ്കിൽ ഇതിന്റെ അവസാനവും ചോദിക്കാം കേട്ടോ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അപ്പോൾ തന്നെ ചോദിക്കേണ്ടതാണ്, അല്ലെങ്കിൽ ക്ലാസിന്റെ അവസാനം ചോദിച്ചാലും മതിയാവും. അപ്പോൾ ഞാൻ ഓഡിബിൾ ആണല്ലോ? ഓക്കെ, കണ്ടിന്യൂ ചെയ്യണം. ശ്രദ്ധിക്കുക. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നിങ്ങൾ ബേസിക് ആയിട്ട് കുറച്ച് സമയമുണ്ട്. അപ്പോൾ നിങ്ങൾ ബേസിക് ആയിട്ട് ഫോളോ ചെയ്യേണ്ടത് CBSEയുടെ +1 ടെക്സ്റ്റ് ബുക്കും CBSEയുടെ +2 അക്കൗണ്ടൻസി ടെക്സ്റ്റ് ബുക്കുമാണ്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിന്നെ കമ്പനി അക്കൗണ്ട്സ്, അമാൽഗമേഷൻ, അബ്സോർപ്ഷൻ, റീകൺസ്ട്രക്ഷൻ തുടങ്ങിയ മറ്റുള്ള റെഫറൻസ് മെറ്റീരിയൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാം? നിങ്ങൾക്ക് ശശി കെ ഗുപ്ത ടെക്സ്റ്റ് അക്കൗണ്ടൻസി ഉപയോഗിക്കാം, അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് അക്കൗണ്ടൻസി കല്യാണി പബ്ലിക്കേഷൻസിന്റെ അഡ്വാൻസ്ഡ് അക്കൗണ്ടൻസി ടെക്സ്റ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ് കല്യാണി പബ്ലിക്കേഷൻസിന്റെ അഡ്വാൻസ്ഡ് അക്കൗണ്ടൻസി ടെക്സ്റ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ നിന്ന് എങ്ങനെ പോയാലും 2 മുതൽ 3 ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ചോദ്യങ്ങൾ റേഷ്യോ അനാലിസിസിൽ നിന്നാണ്. റേഷ്യോ ഫണ്ട് ഫ്ലോ അനാലിസിസ്. റേഷ്യോ അനാലിസിസിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടത് സോൾവൻസി റേഷ്യോ, ആക്ടിവിറ്റി ടേൺ ഓവർ റേഷ്യോ, ലിക്വിഡിറ്റി റേഷ്യോ തുടങ്ങിയ റേഷ്യോസ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കേണ്ടതാണ്. അതിൽ നിന്ന് തീർച്ചയായിട്ടും ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത വളരെയേറെ കൂടുതൽ. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിൽ നിന്നും നിങ്ങൾക്ക് ചോദിക്കും. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്, ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്, സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിൽ നിന്ന് നിങ്ങൾക്ക് 2 ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. റീകൺസ്ട്രക്ഷൻ, അമാൽഗമേഷൻ, അബ്സോർപ്ഷൻ. അമാൽഗമേഷനിൽ ടൈപ്പ് ഓഫ് അമാൽഗമേഷൻ, ദാറ്റ് ഈസ് അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ, അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ് ചോദിക്കാൻ സാധ്യത വളരെയേറെ കൂടുതലുണ്ട്. അപ്പോൾ അത് രണ്ടും നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടതാണ്. പിന്നെ അബ്സോർപ്ഷനും അമാൽഗമേഷനും, അബ്സോർപ്ഷനിൽ ഇന്റേണൽ അബ്സോർപ്ഷൻ അതുപോലുള്ള ചോദ്യങ്ങൾ, അല്ലെങ്കിൽ റീകൺസ്ട്രക്ഷനിൽ ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ, എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ, ഷെയർസ് കൂടുമ്പോൾ ഏത് റീകൺസ്ട്രക്ഷൻ മോഡായിരിക്കും ഒരു കമ്പനി ചൂസ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത വളരെയേറെ കൂടുതൽ. ലിക്വിഡേഷനും തീർച്ചയായിട്ടും ചോദിക്കും. പിന്നെ ക്യാഷ് ഫ്ലോ അനാലിസിസും ഫണ്ട് ഫ്ലോ അനാലിസിസിലും നിങ്ങൾ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കൂടുമ്പോൾ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കൂടുമ്പോൾ ഫണ്ട് ഫ്ലോ ആണോ ഉപയോഗിക്കുന്നത്, ക്യാഷ് ഫ്ലോ ആണോ, അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോസിലെ 3 ടൈപ്സ് ഓഫ് ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്? ആക്ടിവിറ്റീസ് ഇൻ ദ കേസ് ഓഫ് ഇൻവെസ്റ്റിംഗ് ഇൻ നേച്ചർ, ആക്ടിവിറ്റീസ് ഇൻ ദി കേസ് ഓഫ് ഓപ്പറേറ്റിംഗ് ഇൻ നേച്ചർ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ ക്യാഷ് ഫ്ലോ അനാലിസിസിൽ അതിന്റെ അകത്ത് എന്തൊക്കെ വരും, ആ സബ് പോർഷൻസിന്റെ അകത്ത് എന്തെല്ലാം വരും അതുള്ളതും നിങ്ങൾ പഠിക്കേണ്ടതാണ്. പിന്നെ ഫണ്ട് ഫ്ലോ അനാലിസിസ് നിങ്ങൾക്കറിയാം, എപ്പോഴാണ് നിങ്ങൾ ഫണ്ട് ഫ്ലോ അനാലിസിസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നോക്കണം. പിന്നെ പുതിയ തരത്തിലുള്ള അക്കൗണ്ടിങ് പ്രോസസ് ഉണ്ട്, അതിൽ നിന്നും 2 മുതൽ 3 ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ചാൻസ് എന്തായാലും ഉണ്ട്, അല്ലെങ്കിൽ ഒരു ചോദ്യമെങ്കിലും മിക്കവാറും ചോദിക്കും. അത് ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് ആണ്. ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് മാത്രമല്ല, എൻവയറൺമെന്റൽ അക്കൗണ്ടിങ് പുതുതായിട്ട് വന്നിട്ടുണ്ട്, ഫോറൻസിക് അക്കൗണ്ടിങ് പുതുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള അക്കൗണ്ടിങ് മെത്തേഡ്സും നിങ്ങൾക്ക് ചോദിക്കാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്.
ഒരു കാര്യം കൂടെ പറയാം, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് നിങ്ങൾ ചൂസ് ചെയ്യേണ്ട പുസ്തകങ്ങൾ +1 +2 CBSE ടെക്സ്റ്റ് ബുക്കുകളാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് അക്കൗണ്ടൻസി കല്യാണി പബ്ലിക്കേഷൻസിന്റെ ടെക്സ്റ്റ് സിനി അഗർവാൾ സാറിന്റെ കല്യാണി പബ്ലിക്കേഷൻസിന്റെ അഡ്വാൻസ്ഡ് അക്കൗണ്ടൻസി ടെക്സ്റ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ ശശി കെ ഗുപ്ത എന്ന് പറയുന്ന ഒരു ഓഥറിന്റെ ടെക്സ്റ്റും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ കമ്പനി അക്കൗണ്ട്സിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യേണ്ട ടെക്സ്റ്റ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്, അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ടെക്സ്റ്റ് മുഖർജി ആൻഡ് ഹനീഫ ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ സിമി അഗർവാളിന്റെ ടെക്സ്റ്റ് തന്നെ നിങ്ങൾക്ക് അതും ചൂസ് ചെയ്യാവുന്നത്. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ ചോദ്യങ്ങളോ ഉണ്ടോ സ്റ്റുഡൻസ്? ഓക്കെ, ഞാൻ പഠിപ്പിക്കുന്നതെല്ലാം മനസ്സിലാവുന്നില്ല? ഓഡിബിൾ അല്ലേ മാം? ഓക്കെ, നെക്സ്റ്റ് നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ടോപ്പിക് അഡ്വാൻസ്ഡ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നിന്നാണ്. അടുത്ത അഡ്വാൻസ്ഡ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നിങ്ങൾക്ക് 5 മുതൽ 6 ചോദ്യങ്ങൾ വരെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ടോപ്പിക്കാണിത്. നമ്മൾക്ക് ഒരു കാരണവശാലും നമ്മൾ ഇവിടെ ഈ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ്ങും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വിട്ട് പഠിക്കാനേ പാടില്ല. തീർച്ചയായിട്ടും ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകും. അതിൽ മെയിൻ ആയിട്ട് നിങ്ങൾ ഈ സ്ലൈഡിൽ തന്നെ കാണുന്നത് പോലെ തന്നെ നമ്മൾ ആദ്യമേ പഠിക്കേണ്ടത് മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് ബ്രേക്ക് ഈവൻ അനാലിസിസ്. മാർജിനൽ കോസ്റ്റിംഗ് നിങ്ങൾ പഠിക്കണം, ബ്രേക്ക് ഈവൻ അനാലിസിസും പഠിക്കണം. മാർജിനൽ കോസ്റ്റിങ്ങിന് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്, മാർജിനൽ കോസ്റ്റിങ്ങിന്റെ മാർജിനൽ കോസ്റ്റിംഗിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അതുപോലെ തന്നെ ബ്രേക്ക് ഈവൻ അനാലിസിസിന്റെ 4 ടൈപ്പ് ഫോർമുലാസ് ആണുള്ളത്. ബ്രേക്ക് ഇവൻ പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കണം, ബ്രേക്ക് ഇവൻ പോയിന്റ് ഇതിനകത്ത് വരുന്നുണ്ട്. ബ്രേക്ക് ഇവൻ പോയിന്റ്, നോ ലോസ് നോ പ്രോഫിറ്റ് പോയിന്റിനെയാണ് നമ്മൾ ബ്രേക്ക് ഇവൻ എന്ന് പറയുന്നത്. ബ്രേക്ക് ഇവൻ അനാലിസിസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് തീർച്ചയായിട്ടും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ആൻഡ് മാർജിനൽ കോസ്റ്റിംഗ് തുടങ്ങിയ കാര്യങ്ങളും ചോദിക്കാനുള്ള ചാൻസുകൾ ഉള്ളതാണ്. പിന്നെ നമ്മൾക്ക് ഇവിടെ വരുമ്പോൾ ബഡ്ജറ്റിംഗ് ആൻഡ് ബജറ്ററി കൺട്രോൾ, ബഡ്ജറ്റിംഗും ബജറ്ററി കൺട്രോളും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ബജറ്റിംഗിന്റെ ഏത് വാക്കിൽ നിന്നാണ് ബജറ്റ് ഉണ്ടായത്, അല്ലെങ്കിൽ ബജറ്റിംഗിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? സീറോ ബേസ്ഡ് ബജറ്റിംഗ് ഉണ്ട്, പെർഫോമൻസ് ബേസ്ഡ് ബജറ്റിംഗ് ഉണ്ട്, ആക്ടിവിറ്റി ബേസ്ഡ് ബജറ്റിംഗ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ പഠിക്കേണ്ടതാണ്. ബജറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾക്കറിയാം. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു ബൊഗട്ടി എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് വാക്കിൽ നിന്ന് വന്നതാണ്. ബൊഗട്ടി മീൻസ് ലെതർ പേഴ്സ്. അപ്പോൾ ഇത്തരം ചില കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കേണ്ടതാണ്. പിന്നെ ഇത് വരുന്ന ക്യാപിറ്റൽ ബജറ്റിംഗ് ആണ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഒരു ചോദ്യം ക്യാപിറ്റൽ ബജറ്റിംഗിൽ നിന്ന് മാത്രം ചോദിക്കും. കോസ്റ്റിംഗ് ഈസ് ക്യാപിറ്റൽ ബജറ്റിംഗ് ഇല്ലാതെ അഡ്വാൻസ്ഡ് കോസ്റ്റ് അക്കൗണ്ടിങ് ഇല്ല. ക്യാപിറ്റൽ ബജറ്റിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ ലോങ് ടേം ആയിട്ടുള്ള ബജറ്റിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്ന ക്യാപിറ്റൽ ബജറ്റിംഗ്. ഇറ്റ് റിലേറ്റ്സ് ടു ലോങ് ടേം അസറ്റ്സ്. ക്യാപിറ്റൽ ബജറ്റിംഗിന്റെ പ്രോസസ്സ് നിങ്ങളൊന്ന് പഠിക്കേണ്ടതാണ്. ക്യാപിറ്റൽ ബജറ്റിംഗ് ഏതൊക്കെ രീതിയിൽ, ഏതൊക്കെ അസറ്റുകളിൽ, പ്രത്യേകിച്ച് ലോങ് ടേം അസറ്റിൽ മാത്രമാണ് ക്യാപിറ്റൽ ബജറ്റിംഗ് ഉപയോഗിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ, അതിന്റെ പെർഫോമൻസ്, അതിന്റെ പ്രോസസ്സ്, അതിന്റെ ഹൈറാർക്കി ഇൻ നേച്ചർ നിങ്ങൾ പഠിക്കേണ്ടതാണ്. പിന്നെ വരുന്ന കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഫസ്റ്റ് വൺ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. അതിന്റെ സബ്സിഡറി ആയിട്ടുള്ളതും നിങ്ങൾ പഠിക്കണം. ദാറ്റ് മീൻസ് സങ്ക് കോസ്റ്റ്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്, ബ്രേക്ക് ഈവൻ കോസ്റ്റ്, ആക്ടിവിറ്റി കോസ്റ്റ് തുടങ്ങിയ കോസ്റ്റുകളിലെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കേണ്ടതാണ്. അതിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ വരുന്നത് കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ. അത് കൂടുതലായിട്ട് വരുന്ന കൺട്രോളിങ്ങിൽ നിന്നാണ്. അപ്പോൾ കൺട്രോളിങ്ങിൽ കോസ്റ്റ് കൺട്രോളും കോസ്റ്റ് റിഡക്ഷനെ പറ്റിയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പ്രോസസ് കോസ്റ്റിംഗ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഏത് കമ്പനീസിലാണ് നമ്മൾ പ്രോസസ് കോസ്റ്റിംഗ് ചെയ്യുന്നത്, ആ കമ്പനീസിന് എന്തൊക്കെയായിരിക്കും പ്രത്യേകതകൾ? പ്രോസസ് കോസ്റ്റിംഗിൽ ഓരോ പ്രോസസ്സ് കഴിയുമ്പോഴും നമ്മൾ എങ്ങനെയാണ് ഓരോ ഇൻപുട്ടിന്റെയും ഓരോ ഔട്ട്പുട്ടിന്റെയും വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ പ്രോസസ് കോസ്റ്റിംഗിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. പിന്നെ കോൺട്രാക്ട് കോസ്റ്റിംഗ്, നിങ്ങൾക്ക് കോൺട്രാക്ട് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ റെയിൽവേ കോൺട്രാക്ട് അതുപോലെയുള്ള, അല്ലെങ്കിൽ ഡാമിന്റെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കോൺട്രാക്ട് കോസ്റ്റിംഗിലാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടതാണ്.
കോൺട്രാക്ട് കോസ്റ്റിംഗിൽ അത് ചോദിക്കും. സെമി ഫിനിഷ്ഡ് ഗുഡ്സിന്റെ കോൺട്രാക്ട്, നമ്മൾ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കോൺട്രാക്ട്സ്. സോ അതൊക്കെയാണ് കോൺട്രാക്ട് കോസ്റ്റിംഗിൽ വരുന്നത്. അഡ്വാൻസ്ഡ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് കോസ്റ്റ് അക്കൗണ്ടിങ് ബൈ നിതി, അഡ്വാൻസ്ഡ് കോസ്റ്റ് അക്കൗണ്ടിങ് ബൈ സിമി അഗർവാൾ ആണ്. അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ ടെക്സ്റ്റ് ശശി കെ ഗുപ്തയുടെ ടെക്സ്റ്റിൽ തന്നെ അഡ്വാൻസ്ഡ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ എല്ലാ പോർഷൻസും ഉണ്ട്. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾ എപ്പോഴും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പോകുമ്പോൾ ഒരു ടെക്സ്റ്റ് ബുക്ക് പലതവണ പഠിക്കുന്നതായിരിക്കും നല്ലത്. പല ടെക്സ്റ്റ് ബുക്കുകളും ഒരു തവണ പഠിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ ഒരു ടെക്സ്റ്റ് ബുക്ക് പലതവണ പഠിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഞാൻ ഇതിന്റെ അവസാനം കുറച്ച് ഓൺലൈൻ മെറ്റീരിയൽസും കൂടെ പറഞ്ഞു തരാം. നിങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കണം, അത് മറന്നുപോയി കഴിഞ്ഞാൽ ഞാൻ എന്തായാലും പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റിലെ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് മാത്രം നോക്കി പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അഡ്വാൻസ്ഡ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ടെക്സ്റ്റ് ബുക്ക് വളരെ നല്ലതാണ്. നിധി അഗർവാൾ, സിമി അഗർവാൾ തുടങ്ങിയ ടെക്സ്റ്റ്. ജെയിൻ ആൻഡ് നരംഗിന്റെ ടെക്സ്റ്റും നല്ലതാണ്. ജെയിൻ ആൻഡ് നരംഗ് അഡ്വാൻസ്ഡ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് ജെയിൻ ആൻഡ് നരംഗിന്റെ ടെക്സ്റ്റ് ബുക്കും നല്ലതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മളെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ്. HSST കൊമേഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകങ്ങളിൽ ഒന്നാണ്. 8 മുതൽ 6 ചോദ്യങ്ങൾ വരെ ഇവരിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഇത് വളരെയേറെ കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ എളുപ്പം നിങ്ങൾക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു പേപ്പറും ടോപ്പിക്കുമാണ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക് എന്ന് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +2 മാനേജ്മെന്റ് ടെക്സ്റ്റ് ബുക്ക് നിങ്ങളൊന്ന് ബേസിക് ആയിട്ട് നിങ്ങളൊന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം അത് മാത്രം പോരാ, LM പ്രസാദിന്റെ ടെക്സ്റ്റ് ബുക്ക് മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മതിയാവും. LM പ്രസാദിന്റെ ടെക്സ്റ്റ് ബുക്ക് മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മതിയാവും. ഈ മുഴുവൻ കാര്യം, ഈ ടോപ്പിക്കിന്റെ മൊത്തം ടോപ്പിക്, ഈ ഹോൾ ടോപ്പിക് അതിൽ കവേർഡ് ആണ്. വളരെ എളുപ്പവുമാണ്. സ്കൂൾസ് ഓഫ് മാനേജ്മെന്റ് തോട്ട്, മാനേജ്മെന്റ് ഫങ്ഷൻസ്. മാനേജ്മെന്റ് ഫങ്ഷൻസിൽ പ്ലാനിങ്, ഓർഗനൈസിങ്, ഡിസിഷൻ മേക്കിംഗ്, ഡയറക്ടിങ്, സ്റ്റാഫിംഗ്, കൺട്രോളിംഗ്. പോർട്ട്സ്കോപ്പിനെ പറ്റി എന്തായാലും ചോദ്യങ്ങൾ ഉണ്ടാവും. ആര് കൊണ്ടുവന്നു? പിന്നെ മാനേജ്മെന്റ് ഫങ്ഷൻസിൽ മേരി പാർക്കർ ഫോളറ്റിന്റെ പുതിയ മാനേജ്മെന്റ് തിയറി, തിയോ ഹേമന്റെ, റോബർട്ട് ഓവന്റെ പേഴ്സണൽ മാനേജ്മെന്റ്, അതുപോലെ തന്നെ അത്തരം കാര്യങ്ങളെല്ലാം മാനേജ്മെന്റ് ഫങ്ഷൻസിൽ വരും. FW ടൈലറിന്റെ സയന്റിഫിക് മാനേജ്മെന്റ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഹെൻറി ഫയോളിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ്, ഓപ്പറേഷണൽ മാനേജ്മെന്റ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെന്റ്, അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിൽ സ്കെലാർ ചെയിൻ തുടങ്ങിയ കാര്യങ്ങളിൽ നിന്ന് എന്തായാലും 2 ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ വരുന്നത് ഓർഗനൈസിങ്, ഡിസിഷൻ മേക്കിംഗ്, ഡയറക്ടിങ്, സ്റ്റാഫിംഗ്, അതെല്ലാം അതിൽ തന്നെ കവർ ചെയ്യുന്നതാണ്. വേരിയസ് ടൈപ്സ് ഓഫ് മിഷൻ, വിഷൻ, പ്ലാനിങ്ങിൽ തന്നെ വിഷൻ, മിഷൻ, റൂൾസ്, പ്രോഗ്രാംസ് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഡയറക്ടിങ്ങിൽ വരും. ഡയറക്ടിങ്ങിൽ എന്താണ് ഡയറക്ടിങ്? സ്റ്റാഫിങ്ങിൽ എന്തൊക്കെ തരത്തിലുള്ള സ്റ്റാഫിംഗ് ഉണ്ട്? പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ദാറ്റ് മീൻസ് പോസിറ്റീവ് ആയിട്ട് മീൻസ് സ്റ്റാഫിങ്ങിൽ എങ്ങനെയായിരിക്കണം? നെഗറ്റീവ്, അദ്ദേഹത്തെ എപ്പോഴായിരിക്കണം ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, എപ്പോഴായിരിക്കണം നിങ്ങൾ ട്രാൻസ്ഫർ, പണിഷ്മെന്റ്, അതൊക്കെ നെഗറ്റീവ് മോട്ടിവേഷൻ ആണ്. പോസിറ്റീവ് മോട്ടിവേഷനിൽ ഇൻക്രീസിങ് ദി സാലറി, അതെല്ലാം വരും. പിന്നെ കൺട്രോളിംഗ് ഉണ്ട്. കൺട്രോളിംഗ് നിങ്ങൾക്ക് പെർട്ടും CPM തമ്മിലുള്ള വ്യത്യാസം വരും. ഡ്യൂ പോയിന്റ് ചാർട്ട്, ദാറ്റ് മീൻസ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് വരും. അതുപോലെ തന്നെ പ്രോഗ്രാം ഇവാലുവേഷൻ, റിവ്യൂ ടെക്നിക്, ഇത് രണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കേണ്ടതാണ്. റിപ്പോർട്ടിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റിപ്പോർട്ടിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ് നേരത്തെ കഴിഞ്ഞ ഇതിൽ കവർ ചെയ്യുന്നുണ്ട്, കൂടുതൽ പറയുന്നില്ല. പിന്നെ മോട്ടിവേഷൻ ആണ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. മോട്ടിവേഷനിൽ നിന്ന് എങ്ങനെയായാലും 3 ചോദ്യങ്ങൾ ചോദിക്കും. മോട്ടിവേഷനിൽ ഫസ്റ്റ് വൺ നിങ്ങൾ പഠിക്കേണ്ടത് മാസ്ലോസ് നീഡ് ഹൈറാർക്കി, പിന്നെ ERG തിയറി, ആൽഡഫറിന്റെ ERG തിയറി. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ഹൈജീൻ ആൻഡ് മോട്ടിവേഷൻ ബൈ തിയറി X ആൻഡ് തിയറി Z, തിയറി X ആൻഡ് തിയറി Y ബൈ ഡഗ്ലസ് മക്ഗ്രിഗോർ, തിയറി Z ബൈ വില്യം ഔച്ചി. പിന്നെ ഇതുപോലെയുള്ള എല്ലാ മോട്ടിവേഷൻ തിയറീസും നിങ്ങൾ പഠിക്കേണ്ടതാണ്. അതിൽ നിന്ന് എങ്ങനെ പോയാലും 2 മുതൽ 3 ചോദ്യങ്ങൾ ഷുവർ ആയിട്ട് വരും. പിന്നെ വരുന്നത് ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റ് ആൻഡ് ബിഹേവിയർ ആണ്. അതും അതിൽ കവർ ചെയ്യും. ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ദാറ്റ് മീൻസ് ഹൗ ടു HRM പോളിസി, അതിന്റെ പോസിറ്റീവ് മോട്ടിവേഷൻ, നെഗറ്റീവ് മോട്ടിവേഷൻ, റിക്രൂട്ട്മെന്റ്, പിന്നെ അതുപോലെ തന്നെ സെലക്ഷൻ. പിന്നെ കോൺഫ്ലിക്റ്റ് നിങ്ങൾക്ക് അറിയാം. കോൺഫ്ലിക്റ്റ് മീൻസ് കോൺഫ്ലിക്റ്റ് ഇൻ ദ മാനേജ്മെന്റ്, അതൊക്കെ കോൺഫ്ലിക്റ്റിൽ വരുന്ന ടാസ്ക് ഫോഴ്സ്, ടീം, കമ്മിറ്റി തുടങ്ങിയതിന്റെ ഡിഫറൻസ്. ഗ്രൂപ്പ് ഡൈനാമിക്സ് ആൻഡ് ടീം ഡെവലപ്മെന്റ്, അതിൽ സെൻസിറ്റിവിറ്റി ട്രെയിനിങ് വരുന്നുണ്ട്, മറ്റുള്ള ഗ്രൂപ്പ് ഡൈനാമിക്സ് വരുന്നുണ്ട്, ഗ്രൂപ്പ് ടാസ്ക് ഫോഴ്സ് വരുന്നുണ്ട്, അതെല്ലാം നിങ്ങൾ പഠിക്കണം. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്, ആക്ടിവിറ്റി ബേസ്ഡ് അക്കൗണ്ടിങ്, ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് തുടങ്ങിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ പുതിയ 6 സിഗ്മ,
തുടങ്ങിയ പുതിയ കാര്യങ്ങളുണ്ട്. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് കൊണ്ടുവന്ന ജാപ്പനീസ് ആണ് കൊണ്ടുവന്ന ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. പിന്നെ സീറോ ബേസ്ഡ് അക്കൗണ്ടിങ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിക്കേണ്ടതാണ്. പുതിയ പുതിയ ടേംസ് നിങ്ങൾ നോക്കേണ്ടതാണ്. പിന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, അതിൽ തന്നെ സെലക്ഷൻ, ട്രെയിനിങ്, റിക്രൂട്ട്മെന്റ് അതെല്ലാം വരും. റിവാർഡ് ആൻഡ് കോമ്പൻസേഷൻ, ദാറ്റ് മീൻസ് ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് അപ്രോച്ച്, പോസിറ്റീവ് റിവാർഡ്, പിന്നെ നെഗറ്റീവ് റിവാർഡ്, കോമ്പൻസേഷൻ എങ്ങനെ ആയിരിക്കണം, വർക്കേഴ്സ് വേജ് പാർട്ടിസിപ്പേഷൻ ഇൻ ദി കമ്പനി, അത്തരം കാര്യങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടതാണ്. പിന്നെ വരുന്നത് പെർഫോമൻസ് അപ്രൈസൽ ആണ്. പെർഫോമൻസ് അപ്രൈസൽ 360 പെർഫോമൻസ് അപ്രൈസൽ നിങ്ങൾ ചോദിക്കും. 360 പെർഫോമൻസ് അപ്രൈസൽ, സെൻസിറ്റിവിറ്റി ട്രെയിനിങ്, അപ്രൈസൽ ബൈ പിയേഴ്സ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും, ഏതൊക്കെ രീതിയിലാണ് ഒരു എംപ്ലോയിയെ ഒരു കമ്പനിക്ക് അപ്രൈസൽ ചെയ്യാൻ പറ്റുന്ന പുതിയ മെത്തേഡ്സ്, അതിനെ പറ്റിയിട്ടെല്ലാം നിങ്ങൾ കാര്യമായി പഠിക്കേണ്ടതാണ്. ഓക്കെ. പിന്നെ നമ്മൾക്ക് എല്ലാവരുടെയും പ്രധാനപ്പെട്ട ഒരു പേടി സ്വപ്നമാണ് ടാക്സേഷൻ ലോസ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. നിങ്ങൾക്ക് ഇത് അറിയാം. ടാക്സേഷൻ ലോസിൽ നിങ്ങൾ ഇപ്പോൾ പഠിക്കേണ്ടത് GST തീർച്ചയായിട്ടും പഠിക്കേണ്ടതാണ്. പക്ഷേ നമ്മളുടെ അന്ന് നേരത്തെ 2017 സിലബസിൽ GST വന്നിട്ടില്ല. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത്തവണ എന്തായാലും GST വരും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അപ്പോൾ നിങ്ങൾ GSTയെ പറ്റി കാര്യമായി നോക്കണം. അതിൽ നിന്ന് എങ്ങനെ പോയാലും 3-4 ചോദ്യങ്ങൾ വരും. ടാക്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ സിലബസിൽ പഠിക്കുന്നതിന്റെ വെളിയെ വിട്ട് ഒരിക്കലും ചോദിക്കാൻ പോകുന്നില്ല, ഒരു കാരണവശാലും. കാരണം നിങ്ങൾക്ക് ടാക്സ് പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാം, ടെക്സ്റ്റിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാനേ ടാക്സിൽ പറ്റൂ. ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു ചോദ്യം വരില്ല. ടാക്സ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് നമ്മൾ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ ഉള്ള വേരിയേഷൻസ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. മുന്നോക്കം ആയിട്ട് റാങ്ക് ലിസ്റ്റിൽ വരണമെങ്കിൽ നിങ്ങൾ ടാക്സ് വളരെയേറെ സ്കോർ ചെയ്തേ മതിയാകും. അതിലെ ബേസിക് കൺസെപ്റ്റ്സും ഡെഫിനിഷൻ, ക്യാപിറ്റൽ ആൻഡ് റവന്യൂ, അത് നിങ്ങൾ പഠിക്കണം. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ഇൻസിഡൻസ് ഓഫ് ടാക്സ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഹെഡ്സ് ഓഫ് ഇൻകം, അതിൽ ഹെഡ്സ് ഓഫ് 5 ഹെഡ്സ് നമ്മൾ പഠിക്കണം. സാലറി, ഹൗസ് പ്രോപ്പർട്ടി, ക്യാപിറ്റൽ ഗെയിൻ, ഇൻകം ഫ്രം ബിസിനസ് ആൻഡ് പ്രൊഫഷൻ, ആൻഡ് അവസാനത്തെ ഇൻകം ഫ്രം അതർ സോഴ്സ്. അപ്പോൾ ഇത്തരത്തിലുള്ള 5 ഹെഡ്സും നിങ്ങൾ പഠിക്കേണ്ടതാണ്. അത് എങ്ങനെയാണ്, അത് ഏത് രീതിയിൽ കമ്പ്യൂട്ട് ചെയ്യണം, ചെറിയ ക്വസ്റ്റ്യൻസ് ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ബ്ലോക്ക് ഓഫ് അസറ്റ്സ് നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കണം. ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് ഗ്രോസ് ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ചെറിയ കണക്ക്. ഒരു കാരണവശാലും നിങ്ങൾ HSST-യിൽ കൊമേഴ്സിനോ അക്കൗണ്ടൻസിയോ ടാക്സേഷൻ തുടങ്ങിയ പേപ്പറിൽ നിന്ന് പ്രോബ്ലംസ് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് 1-2 മിനിറ്റിനുള്ളിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന പ്രോബ്ലംസ് മാത്രമായിരിക്കും ചോദിക്കുന്നത്. ഒരു കാരണവശാലും ഹൈ എൻഡ് പ്രോബ്ലംസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാനോ ഹൈ എൻഡ് പ്രോബ്ലംസ് നിങ്ങൾ പഠിക്കാനോ പാടില്ല. ചെറിയ പ്രോബ്ലംസ് മാത്രമേ ചോദിക്കൂ. ബേസിക് ലെവൽ കുറച്ച് ക്രിട്ടിക്കൽ ആയിട്ടുള്ളതും ചോദിക്കും. പക്ഷെ എന്നാലും ഹൈ എൻഡ് പ്രോബ്ലംസ് ഒരു കാരണവശാലും ചോദിക്കാൻ പോകുന്നില്ല. മാക്സിമം 2 മിനിറ്റ് കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന പ്രോബ്ലംസ് മാത്രമേ ടാക്സിൽ നിന്ന് നിങ്ങൾക്ക് ടാക്സും അക്കൗണ്ടൻസിയിൽ നിന്നും നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. ഒരു കാരണവശാലും നിങ്ങൾ ഹൈ എൻഡ് പ്രോബ്ലംസ് ചെയ്ത് സമയം കളയരുത്. ഓക്കെ. നെക്സ്റ്റ് ക്ലബിംഗ് ഓഫ് ഇൻകം ആണ്. സ്പൗസിന്റെ ഇൻകം എങ്ങനെയാണ് ക്ലബ് ചെയ്യുന്നത്, മൈനറിന്റെ ഇൻകത്തിന് എങ്ങനെയാണ് ക്ലബ് ചെയ്യുന്നത്. അപ്പോൾ ക്ലബിംഗ് ഓഫ് ഇൻകംസ്, ബിസിനസ് ഇൻകവും ലോങ് ടേം അസറ്റ്സും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും തമ്മിലുള്ള ക്ലബിംഗ്സ് എല്ലാം ചോദിക്കും. സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് നിങ്ങൾക്ക് അറിയാം, അത് ചോദിക്കും. ഇൻകം ടാക്സ് അതോറിറ്റീസ് ആൻഡ് അസസ്മെന്റ് പ്രൊസീജിയേഴ്സ് ചോദിക്കും. സെക്ഷൻ 80GGയിൽ നിന്ന് ഉറപ്പായിട്ടും ചോദ്യങ്ങൾ ചോദിക്കും. ഒരു ക്വസ്റ്റ്യൻ എങ്കിലും സെക്ഷൻ 80GGയിൽ നിന്ന് ചോദിക്കാനുള്ള ചാൻസ് വളരെയേറെ കൂടുതലാണ്. ഓക്കെ. നെക്സ്റ്റ് ടാക്സ് പ്ലാനിങ് ആൻഡ് മാനേജീരിയൽ ഡിസിഷൻസ്. ടാക്സ് പ്ലാനിങ്ങും ആൻഡ് മാനേജീരിയൽ ഡിസിഷൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സും ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇൻഡയറക്ട് ടാക്സ്, വെൽത്ത് ടാക്സ്, സെൻട്രൽ എക്സൈസ് ആൻഡ് കസ്റ്റംസ് ടാക്സ് തുടങ്ങിയതിനെ പറ്റി ഒരു സിംഗിൾ വേർഡിൽ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇൻഡയറക്ട് ടാക്സിൽ ഏതൊക്കെ വരും, വെൽത്ത് ടാക്സ് എന്താണ്, ഏതൊക്കെ ടാക്സ് ആണ് ഇപ്പം വെൽത്ത് ടാക്സ് മെർജ് ചെയ്തിട്ടുള്ളത്, അത്തരം കാര്യങ്ങളെല്ലാം ചോദിക്കാനുള്ള ചാൻസ് വളരെയേറെ കൂടുതലാണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ ഇസ് റിസർച്ച് മെത്തഡോളജി ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. ഓക്കെ. അപ്പോൾ റിസർച്ച് മെത്തഡോളജിയിൽ നിങ്ങൾ പഠിക്കേണ്ടത്,
അപ്പൊ ടാക്സേഷനിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ടെക്സ്റ്റ് ബുക്ക് മൽഹോത്രയുടേതാണ്. മൽഹോത്രയുടെ ടെക്സ്റ്റ് ആയിരിക്കും കൂടുതൽ നല്ലത്. നിങ്ങൾ സമയം കിട്ടുന്നെങ്കിൽ അതൊന്ന് വായിച്ച് പഠിക്കുന്നത് അതായിരിക്കും കൂടുതൽ നല്ലത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് റിസർച്ച് മെത്തഡോളജി ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആണ്. ഓക്കെ, റിസർച്ച് മെത്തഡോളജി ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ നമ്മൾ നോക്കേണ്ടത് റിസർച്ച് ആണ്, മീനിങ്, ഡെഫിനിഷൻ, ഫീച്ചേഴ്സ്. ഓക്കെ, ഇതിൽ നിന്ന് എന്തായാലും ഒരു ചോദ്യമോ രണ്ട് ചോദ്യമോ വരാൻ ചാൻസ് ഉണ്ട്. വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് റിസർച്ച്? ആക്ഷൻ റിസർച്ച് ഉണ്ട്, ഹൊറിസോണ്ടൽ റിസർച്ച് ഉണ്ട്, ഹിസ്റ്റോറിക്കൽ റിസർച്ച് ഉണ്ട്, തുടങ്ങിയ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിസർച്ചിനെ പറ്റി ഒരു ചോദ്യം ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. റിസർച്ച് ഡിസൈനിനെ പറ്റിയിട്ടും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് ഒബ്സർവേഷണൽ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസൈൻ, ഓപ്പറേഷണൽ ഡിസൈൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസൈൻ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ റിസർച്ച് ഡിസൈനിൽ പഠിക്കേണ്ടതാണ്. പിന്നെ റിസർച്ച് മെത്തഡോളജിയിലെ പ്രോസസ് ഫ്രം ഫസ്റ്റ് വൺ ടു ലാസ്റ്റ് വൺ, ദാറ്റ് മീൻസ് പ്രിപ്പറേഷൻ ഓഫ് റിസർച്ച് പ്രോബ്ലം, പ്രിപ്പറേഷൻ ഓഫ് ഹൈപ്പോത്തസിസ്, റിസർച്ച് ഡിസൈൻ, സാമ്പിളിംഗ് തുടങ്ങിയ ആ പ്രോസസ് നിങ്ങൾ എന്ത് ചെയ്യണം? മനഃപാഠമാക്കിയിരിക്കണം. അതിൽ നിന്ന് ഒരു ഹൈറാർക്കിയൽ മോഡൽ ചോദ്യം ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഹൈപ്പോത്തിസിസ്, നൾ ഹൈപ്പോത്തിസിസ്, ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസിനെ പറ്റി നിങ്ങൾ പഠിക്കണം. വാട്ട് ഈസ് ഹൈപ്പോത്തിസിസ്? ഹൈപ്പോത്തിസിസ് എ ടെനറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഫോർ എ റിസർച്ച് ക്വസ്റ്റ്യൻ. ഡാറ്റ സോഴ്സ് ആൻഡ് സാമ്പിളിംഗ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഡാറ്റ സോഴ്സും സാമ്പിളിങ്ങും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സാമ്പിളിംഗിൽ നിങ്ങൾക്കറിയാം എന്തൊക്കെയാണ്, രണ്ട് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് ഉണ്ട്. ഏതൊക്കെ സാമ്പിളിംഗ് ആണ്? സാമ്പിളിംഗിൽ വരുന്ന സ്നോബോൾ സാമ്പിളിംഗ്, അതുപോലെ തന്നെ നോൺ റാൻഡം സാമ്പിളിംഗും നോൺ റാൻഡം സാമ്പിളിംഗ്. നോൺ റാൻഡം സാമ്പിളിംഗിൽ ജഡ്ജ്മെന്റൽ സാമ്പിളിംഗ്, പർപ്പസീവ് സാമ്പിളിംഗ്, സ്നോബോൾ സാമ്പിളിംഗ് ഒക്കെ വരും. റാൻഡം സാമ്പിളിംഗിൽ നിങ്ങൾക്ക് എന്തൊക്കെ വരും? ഓക്കെ, ക്ലസ്റ്റർ സാമ്പിളിംഗ് വരും, റാൻഡം സാമ്പിളിംഗ് വരും, ലോട്ടറി മെത്തേഡ്, അതെല്ലാം എന്തിലായിരിക്കും? സാമ്പിളിംഗിൽ വരുന്നതാണ്. ഓക്കെ, പിന്നെ ആപ്ലിക്കേഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ആൻഡ് ടെക്നിക്സ്, അതിൽ സെലക്ഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് സിഗ്നിഫിക്കൻസ്, ദാറ്റ് മീൻസ് ടി ടെസ്റ്റ് കൊണ്ടുവന്ന ആരാണ്? സ്റ്റുഡന്റ് ആണ് കൊണ്ടുവന്ന വില്യം എസ് ഗോസറ്റ് ആണ്. കൈ സ്ക്വയർ ടെസ്റ്റ് കൊണ്ടുവന്ന കാൾ പിയേഴ്സൺ ആണ്. അനോവ കൊണ്ടുവന്ന കാൾ പിയേഴ്സൺ, ഫിഷർ ആണെന്ന് തോന്നുന്നു, ഫിഷർ ആണ്. എഫ് ടെസ്റ്റ് കൊണ്ടുവന്ന ഫിഷർ ആണ്. കോറിലേഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ടു ഒറിജിൻ ആൻഡ് നോട്ട് ടു സ്കെയിൽ ആണ്. അപ്പോൾ ടി ടെസ്റ്റ്, കൈ സ്ക്വയർ ടെസ്റ്റിന് 3 റിസർച്ച് ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കും. ഇൻഡിപെൻഡന്റ് സാമ്പിൾസ് ഉപയോഗിക്കാൻ കൈ സ്ക്വയർ ടെസ്റ്റ് ഉപയോഗിക്കും. ടി ടെസ്റ്റ്, കൈ സ്ക്വയർ ടെസ്റ്റ്, അനോവ ടെസ്റ്റ്, എഫ് ടെസ്റ്റ്, ഈ 4 ടെസ്റ്റിന്റെയും ഫീച്ചേഴ്സ്, അത് ആര് കൊണ്ടുവന്നു, എന്തിനു കൊണ്ടുവന്നു, പോപ്പുലേഷൻ സാമ്പിളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് തുടങ്ങി ചോദിക്കാനുള്ള ചാൻസ് വളരെയേറെ കൂടുതലാണ്. പിന്നെ ടി ടെസ്റ്റ് ചെയ്യുമ്പോൾ എറർ ചോദിക്കാനാണ്. 1 - ആൽഫ എന്തിന്റെ എററാണ്, 1 - ബീറ്റ എന്താണ്, ബീറ്റ എന്തിന്റെ എറർ ഡിറ്റർമിൻ ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങൾ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. കോറിലേഷൻ, റിഗ്രഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിൽ നിന്ന് ചോദ്യങ്ങളുണ്ടാവും. ടി ടെസ്റ്റ്, കൈ സ്ക്വയർ ടെസ്റ്റ്, അനോവ, എഫ് ടെസ്റ്റ്, കോറിലേഷൻ, റിഗ്രഷൻ, ഇതിൽ നിന്ന് മിനിമം ഒരു 5 ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ആ ഒരു ഏരിയയിൽ. പിന്നെ പ്രോബബിലിറ്റി ആണ്. പ്രോബബിലിറ്റി നിങ്ങൾക്ക് ചെറിയ പ്രോബ്ലംസ്, വളരെ കാലിന്റെ ചില പ്രോബ്ലംസ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാർഡിന്റെ വളരെ മിനിമം ലെവൽ പ്രോബ്ലംസ് ഇതിൽ ചോദിക്കൂ, പ്രോബബിലിറ്റി. പിന്നെ നെറ്റ്വർക്ക് അനാലിസിസ് ചോദിക്കും. പെർട്ടും CPO, നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെർട്ട്, പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക്, CPM ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക് കൊണ്ടുവന്ന ആരാണ്? US നേവി സിസ്റ്റം, ന്റെ അമേരിക്കൻ നേവി സിസ്റ്റം, പൊളാരിസ് എന്ന് പറയുന്ന ഒരു മിസൈൽ സിസ്റ്റത്തിന്റെ ഫലമായിട്ടാണ് പെർട്ട് എന്ന് പറയുന്ന ഒരു സിസ്റ്റം കൊണ്ടുവന്നത്. CPM കൊണ്ടുവന്നത് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് ആണ്. ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് കൊണ്ടുവന്നത് ഡ്യൂപോണ്ട് കമ്പനിയാണ്, ഒരു കെമിക്കൽ കമ്പനിയാണ്. ഓക്കെ, അപ്പോൾ നോൺ പ്രോഗ്രാമിംഗ് ഏതാണ്? പ്രോഗ്രാമിംഗ് കൊണ്ടുവരുമ്പോൾ CPM, നോൺ പ്രോഗ്രാമിംഗ് കൊണ്ടുവരുമ്പോൾ പെർട്ട്. ആക്ടിവിറ്റി ബേസ്ഡ് പെർട്ട് ആണ്, CPM നോൺ ആക്ടിവിറ്റി ബേസ്ഡ്. തുടങ്ങിയ ഡിഫറൻസ് നിങ്ങൾ പഠിക്കേണ്ടതാണ്. എന്താണെന്ന് മാത്രം പഠിച്ചാൽ പോരാ, അതിന്റെ അകത്ത് വരുന്ന ഡിഫറൻസ് നിങ്ങൾ കാര്യമായി പഠിക്കേണ്ടതാണ്. അതിൽ നിന്ന് ചോദ്യമുണ്ടാവും. പിന്നെ ഓപ്പറേഷൻ, റിസർച്ച്, ലീനിയർ പ്രോഗ്രാമിംഗ്, അത് വലിയ ഇമ്പോർട്ടന്റ് അല്ല. അതിൽ നിന്ന് ജസ്റ്റ് അതെന്താണെന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. പെർട്ട്, CPM, റിഗ്രഷൻ, കോറിലേഷൻ, അനോവ, എഫ് ടെസ്റ്റ്, ടി ടെസ്റ്റ്, കൈ സ്ക്വയർ ടെസ്റ്റ്, അനോവ, മൊനക്കോവ തുടങ്ങിയ ലേറ്റസ്റ്റ് വന്നിട്ടുള്ള ടെസ്റ്റുകൾ നിങ്ങൾ അതിൽ നിന്ന് ചോദ്യങ്ങൾ വരും. അഗ്രികൾച്ചറൽ പർപ്പസിന് ഉപയോഗിക്കുന്ന ഏത് ടെസ്റ്റാണ്? 2 ഇൻഡിപെൻഡന്റ് സാമ്പിൾസ് വരുമ്പോൾ നിങ്ങൾ അനോവ ഉപയോഗിക്കണം. എഫ് ടെസ്റ്റ് വരുന്നത് എപ്പോഴാണ്? കോറിലേഷൻ ഇൻഡിപെൻഡന്റ് ടു ഒറിജിൻ ആൻഡ് നോട്ട് ടു സ്കെയിൽ ആണ്. റിഗ്രഷൻ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിസർച്ച്, അത് ചോദിക്കും. റിസർച്ച് മെത്തഡോളജി ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോത്താരി എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ആയിരിക്കും കൂടുതൽ നല്ലത്. കൃഷ്ണസ്വാമി നിങ്ങൾ റിസർച്ച് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ അത് വായിക്കുന്നത് നല്ലതായിരിക്കും. പക്ഷെ ഒരു
കോമ്പറ്റേറ്റീവ് എക്സാം മോഡിൽ നിങ്ങൾ പഠിക്കേണ്ടത് റിസർച്ച് മെത്തഡോളജിക്ക് വേണ്ടുന്നുള്ള ടെക്സ്റ്റ് ബുക്ക് കോത്താരി തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ദ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം സെക്യൂരിറ്റി അനാലിസിസ് ആൻഡ് പോർട്ട്ഫോളിയോ. ഓക്കെ, മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കേണ്ടത് ഓൺലൈൻ സോഴ്സിൽ നിന്നാണ്. നമ്മൾക്ക് അതിന് എഡ്വാർഡിന്റെ ഒക്കെ ടെക്സ്റ്റ് ഉണ്ട്, പക്ഷെ അത് വളരെ ഹെവിയാണ്. ഇപ്പോൾ നിങ്ങൾ അത് നോക്കേണ്ട കാര്യമില്ല, കാരണം 1-2 ക്വസ്റ്റ്യൻസ് ജനറൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. നിങ്ങൾ കൂടുതൽ ഓൺലൈനിൽ പഠിക്കുന്നതായിരിക്കും കൂടുതൽ നല്ല. ഓൺലൈൻ മെറ്റീരിയൽസോ ഓൺലൈൻ കാര്യങ്ങളെല്ലാം ജസ്റ്റ് നോക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അല്ലെങ്കിൽ എംകോമിന് കിട്ടുന്ന കുറച്ച് നോട്ട്സ്, കേരള യൂണിവേഴ്സിറ്റിയുടെ നോട്ട്സ് ഉണ്ടാകും, അത് കൂടുതൽ റെഫർ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. സെക്യൂരിറ്റി അനാലിസിസ് ആൻഡ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. അത് നിങ്ങൾ നോക്കേണ്ടത് കെവിൻ സാറിന്റെ ടെക്സ്റ്റ് ആണ്. എംകോമിന് നമ്മൾ പഠിക്കുന്ന കെവിൻ സാറിന്റെ ടെക്സ്റ്റിൽ കാര്യമായിട്ടെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെക്യൂരിറ്റി അനാലിസിസ് അവിടെ നിന്ന് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് വരുന്ന കാര്യങ്ങൾ ഇവിടെ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റമാണ്. ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ തീർച്ചയായിട്ടും ഒരു ചോദ്യം വരും. മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിന്നും തീർച്ചയായിട്ടും ഒരു ചോദ്യങ്ങൾ വരും. മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ലേറ്റസ്റ്റ് എഡിഷൻസ് എന്തൊക്കെയാണ്, അത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം നിങ്ങൾ ഓപ്പൺ നെറ്റ്വർക്ക് എന്താണ്, ക്ലോസ്ഡ് നെറ്റ്വർക്ക് എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ ചോദിക്കും. പിന്നെ ഇന്റർനെറ്റ് ആൻഡ് ഇ കൊമേഴ്സ്, അതിനെ പറ്റിയിട്ട് ലേറ്റസ്റ്റ് ട്രെൻഡ്സ് എന്തൊക്കെയാണെന്നുള്ള അതിന്റെ ബേസിക് കൺസെപ്റ്റ്സ് എന്തൊക്കെയാണ്, നെറ്റ്വർക്കിംഗ് എന്താണ്, അല്ലെങ്കിൽ ലാൻ, വാൻ, മാൻ, ലാൻ തുടങ്ങിയ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്കിംഗ് സിസ്റ്റത്തെ പറ്റി ചോദിക്കും. മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് ഡാക്കീസി, പീച്ച് ട്രീ അതുപോലെ സിമ്പിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർസിനെ പറ്റി ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ടൈപ്പ് ഓഫ് സിസ്റ്റം ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഇനി അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സെക്യൂരിറ്റി ആൻഡ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റിൽ നിങ്ങൾ പഠിക്കേണ്ടത് എലിയോട്ട് തിയറി നിങ്ങൾ ജസ്റ്റ് നോക്കണം. ഫെമാസ് 5 ഫാക്ടർ മോഡൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കണം. പിന്നെ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം, ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം, ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്, ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറീസ്, ഫിനാൻഷ്യൽ സർവീസസ്. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ ഗോർഡൻ ആൻഡ് നടരാജന്റെ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യുന്നത് വളരെ വളരെ നല്ലതായിരിക്കും. അതിൽ കൊമേഴ്ഷ്യൽ പേപ്പർ എന്താണ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്താണ്, റിപ്പോ റേറ്റ് എന്താണ്, റിവേഴ്സ് റിപ്പോ റേറ്റ് എന്താണ്, വാട്ട് ആർ ദ ഫിനാൻഷ്യൽ മാർക്കറ്റ്, സെൻസെക്സ് എവിടെയാണ്, BSE സെൻസെക്സ് എന്താണ്, നിഫ്റ്റി എന്താണ്, നിഫ്റ്റി മീൻസ് നാഷണൽ 50, നാഷണൽ 50യിൽ എന്താണ്, 50 ഷെയർസ് ആണ്. BSE സെൻസെക്സിൽ എന്താണ് സെൻസിറ്റിവിറ്റി ഇൻഡെക്സ്, അതിലെത്രയാണ് 30 ഇൻഡെക്സ് ഷെയർസ് ആണ് കൂടുതൽ വരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ. ഫിനാൻഷ്യൽ ഇന്റർമീഡിയറീസിൽ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് നോക്കുന്ന ഫാക്ടറിംഗ് എന്താണ്, ഹയർ പർച്ചേസ് എന്താണ്, വെഞ്ചർ ക്യാപിറ്റൽ എന്താണ്, ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ നോക്കി പഠിക്കേണ്ടതാണ്. അത്തരം ഫിനാൻഷ്യൽ സർവീസസിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സിൻഡിക്കേഷൻ എന്താണ്, ലോൺ സിൻഡിക്കേഷൻ എന്താണ്, അതുപോലെയുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മൾ പഠിക്കേണ്ടത് റിവേഴ്സ് റിപ്പോ റേറ്റ് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ നോക്കണം. പിന്നെ അതിൽ മേജർ ആയിട്ട് സ്വാപ്പ്, ഫോർവേഡ്, ഫ്യൂച്ചേഴ്സ്, സ്വാപ്സ്, ഓപ്ഷൻസ്, ഇത് 4 നിങ്ങൾ പഠിക്കേണ്ടതാണ്. സ്വാപ്പ്, ഓപ്ഷൻസ്, ഫോർവേഡ്, ഫ്യൂച്ചേഴ്സ് തുടങ്ങിയ ഈ 4 ടേംസും നിങ്ങൾ കാര്യമായി പഠിക്കേണ്ടതാണ്. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നു, ബാങ്ക്സിന്റെ റോൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഗോർഡൻ ആൻഡ് നടരാജൻ സാറിന്റെ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇതിൽ നിന്ന് ഒരു 3 മുതൽ 4 ചോദ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. പിന്നെ റീസെന്റ് ട്രെൻഡ്സ് ഇൻ കൊമേഴ്സ്, റിസർച്ച് മെത്തഡോളജി, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിങ്ങൾക്ക് ടീച്ചിങ്, നേച്ചർ ഓഫ് ടീച്ചിങ്, ഒബ്ജക്റ്റീവ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, ഇതെല്ലാം ഫസ്റ്റ് 1 എന്ന് പറയുന്നത് നിങ്ങൾ നെറ്റിന്റെ പേപ്പർ 1 പഠിക്കുമ്പോൾ ട്രൂമാന്റെയോ അല്ലെങ്കിൽ അരിഹന്തിന്റെയോ പേപ്പർ 1 ടെക്സ്റ്റ് ബുക്ക്, നിങ്ങൾ ഉപ്കാറിന്റെയോ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് റെഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ഓൺലൈൻ സോഴ്സിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ച് മോക്ക് ടെസ്റ്റുകളും നിങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ മോക്ക് ടെസ്റ്റുകളും കൂടെ ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഫെമിലിയർ ആയിരിക്കും. ടീച്ചിങ്, അതിന് ഒരുപാട് ഓൺലൈൻ സോഴ്സുകളുണ്ട്. ടീച്ചിങ് ട്രൂമാന്റെ ടെക്സ്റ്റോ ഉപകാറിന്റെ ടെക്സ്റ്റോ അരിഹന്തിന്റെ പേപ്പർ 1 ടെക്സ്റ്റ് ബുക്കോ നിങ്ങൾക്ക് ഇതിൽ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ BEd, നിങ്ങൾ BEd പഠിച്ച കുട്ടികളാകുമ്പോൾ തീർച്ചയായിട്ടും BEdന്റെ നോട്ട്സ് ഒരുപാട് കാണും, അതും നിങ്ങൾക്ക് ഇതിൽ വേണ്ടി റെഫർ ചെയ്യാവുന്നതാണ്. ഓക്കെ, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് വലിയ കോത്താരിയുടെ ടെക്സ്റ്റ് ബുക്കിൽ എല്ലാം തന്നെയുണ്ട്. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത് റിസർച്ച് എത്തിക്സ്, പ്ലേജിയറിസത്തിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസ്, നിങ്ങൾ എന്തൊക്കെയാണ് ABDC, സ്കോപ്പസ്, UGC കെയറിന്റെ ഫുൾ ഫോം എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ, സെമിനാർ, കോൺഫറൻസ്, വർക്ക്ഷോപ്പ്, സിമ്പോസിയം തുടങ്ങിയതിന്റെ ഡിഫറൻസ് എന്താണ്, അതിന്റെ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസ് കൂടുതൽ ഡിഫറൻസ് ആണ് ചോദിക്കും, ഡിഫറൻസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ നോക്കണം. റിസർച്ച് എത്തിക്സ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സ്റ്റെപ്സ് ഓഫ് റിസർച്ച്, അത് നിങ്ങൾ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ നേരത്തെ കവർ ചെയ്തതാണ്. സോ തീസിസ് റൈറ്റിംഗ്, റെഫറൻസ്, APA 7th സ്റ്റൈൽ
ടൈറ്റിലാണ് നിങ്ങൾ ഇപ്പോൾ തീസിസിന് റെഫറൻസ് കൊടുക്കേണ്ടത്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബിബ്ലിയോഗ്രാഫി ആൻഡ് റെഫറൻസ് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ പഠിക്കേണ്ടതാണ്. പിന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, നിങ്ങൾക്ക് ഇത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി 2 ചോദ്യങ്ങൾ, കാരണം അവസാനം വരുന്ന 30 ക്വസ്റ്റ്യൻസ് ആണ്. 70 ക്വസ്റ്റ്യൻസ് സിലബസിൽ നിന്ന് 30 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ബാക്കിയുള്ള, ദാറ്റ് മീൻസ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ GK-യിൽ നിന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് 2 ചോദ്യങ്ങൾ ചോദിക്കാം. കൂടുതൽ ചോദിക്കാൻ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, പിന്നെ ഹേബിയസ് കോർപ്പസ്, മന്ദാമസ് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് കൂടുതലായിട്ട് വരുന്നത്. പിന്നെ എമർജൻസി പ്രൊവിഷൻസ്, ബഡ്ജറ്റിന്റെ ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്, എമർജൻസി പ്രൊവിഷൻസിന്റെ ആർട്ടിക്കിൾസ് എന്തൊക്കെയാണ്, യൂണിയൻ കൺകറന്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, ഇത് 3 കാര്യങ്ങളെ പറ്റിയിട്ടായിരിക്കും കൂടുതൽ ചോദിക്കുന്നത്. പിന്നെ ഒരു കോമൺ ആയിട്ട് ഒരു GK-യും കാണും. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ആരാണ് BR അംബേദ്കർ കൊണ്ടുവന്നത്, എന്നാണ് കൊണ്ടുവന്നത് തുടങ്ങിയ കാര്യങ്ങൾ, ലോങ്സ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ, ലോങ്സ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, പിന്നെ ഓരോ കാര്യങ്ങൾ നമ്മൾ അമേരിക്കയിൽ നിന്ന് ഫണ്ടമെന്റൽ റൈറ്റ്സ് എടുത്തു, കാനഡയിൽ നിന്ന് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എടുത്തു, അങ്ങനെ UK-യിൽ നിന്ന് ജർമ്മനിയിൽ നിന്ന് എമർജൻസി പ്രൊവിഷൻസ് എടുത്തു, ഫ്രാൻസിൽ നിന്ന് നമ്മൾ ഈ ലിബർട്ടി എടുത്തു, ഇക്വിറ്റി എടുത്തു തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടതാണ്. അതൊക്കെ ആയിരിക്കും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്നത്. സർക്കാരിയ കമ്മീഷനെ പറ്റി ചോദിക്കും. സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് ഏത് ബേസ്ഡ് ആണ്, സർക്കാരിയ കമ്മീഷൻ ബേസ്ഡ് ആണ് തുടങ്ങിയ കാര്യങ്ങൾ ചോദിക്കും. GST ചോദിക്കും. GST ഏത് അമെന്റ്മെന്റ് പ്രകാരമാണ് വന്നത്, എത്ര തലത്തിലുള്ള GST ഉണ്ട്, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ് നമ്മൾ നോക്കണം. എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്, പ്രധാനമന്ത്രി ജൻധൻ യോജന, പ്രധാനമന്ത്രി ആവാസ് യോജന തുടങ്ങിയ കാര്യങ്ങൾ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ വിമൻസ് ആൻഡ് ചിൽഡ്രൻ, അവരുടെ പറ്റിയിട്ട് കുറച്ച് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതാണ്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, ഇതിൽ നിന്നൊക്കെ ഒരു ചോദ്യമേ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. റിനൈൻസെൻസ്, അതിൽ നിന്ന് നിങ്ങൾക്ക് കുമാരനാശാനെ പറ്റിയിട്ടാണ് കഴിഞ്ഞ തവണ നമുക്ക് ചോദിച്ചത്. അപ്പോൾ ഇത്തവണ എന്തായാലും ഏതെങ്കിലും ഒരു വിഷയത്തെ പറ്റി ചോദിക്കും. കാരണം നിങ്ങൾ ഇതിന് ഒരുപാട് സ്ട്രെസ് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഇതിന് ഒരുപാട് സ്ട്രെസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇതിൽ നിന്നൊക്കെ ചോദിക്കുന്നത്. പിന്നെ അത് തന്നെ നമുക്ക് പഠിച്ചത് കൊണ്ട് മാത്രം ചിലപ്പോൾ നമ്മളെ ഭാഗ്യം കൂടെ അടിസ്ഥാനപ്പെടുത്തിയിട്ടിരിക്കും ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ എല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെയിൻ ആയിട്ട് ഒരു ചെറിയ പോയിന്റ്സ് കവർ ചെയ്താൽ മതിയാവും. പിന്നെ റിനൈൻസെൻസ് ഇൻ കേരള കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ പഠിക്കുന്നത് നിങ്ങൾ ഒന്നുകിൽ ടാൻഡത്തിന്റെ ടെക്സ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ടാലന്റിന്റെ ടെക്സ്റ്റ് ഉണ്ട്, PSC ഒക്കെ പഠിക്കുന്നത്. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ റെഫർ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ. പിന്നെ കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻസ്, മറ്റുള്ള GK ക്വസ്റ്റ്യൻസ്, അതായത് ബീറ്റ് ദ ഫോറസ്റ്റ് ഓഫീസർ അല്ലെങ്കിൽ പോലീസ് തുടങ്ങിയ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് തുടങ്ങിയതിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കഴിഞ്ഞ ഒരു 10 വർഷത്തെ ക്വസ്റ്റ്യൻസ് നിന്ന് റിനൈൻസെൻസിൽ നിന്ന് ഏതൊക്കെ ചോദ്യങ്ങൾ വന്നു, കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തൊക്കെ ചോദ്യങ്ങൾ വന്നു തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ റെഫർ ചെയ്യുന്നത് വളരെയേറെ ഉപകാരം ചെയ്യുന്നതായിരിക്കും. ഓക്കെ. സ്ട്രഗിൾസ് ആൻഡ് റിവോൾട്ട്, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഒരു ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. കാരണം കേരളത്തിലെ ഒരു റൈറ്റോ അല്ലെങ്കിൽ ചന്നാർ അജിറ്റേഷൻ, സത്യാഗ്രഹ, ടെമ്പിൾ ആൻഡ് വേ പ്രൊക്ലമേഷൻ തുടങ്ങിയ കാര്യങ്ങളിൽ നിന്ന് ഒരു ചോദ്യം വരും. പിന്നെ ഇന്ത്യയിൽ നിന്ന് ഒരു ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്, അത്തരം കാര്യങ്ങളിൽ നിന്ന് ഒരു ചോദ്യം വരാൻ ചാൻസ്. റോൾ ഓഫ് പ്രസ്, വെരി ഇമ്പോർട്ടന്റ്. കേരള കൗമുദിയിൽ നിന്നാണ് കഴിഞ്ഞ തവണ, യുക്തിവാദിയിൽ നിന്നാണെന്ന് തോന്നുന്നു കഴിഞ്ഞ തവണ ചോദ്യം വന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നിങ്ങളൊന്ന് മിതവാദി, സ്വദേശാഭിമാനി, അത്തരം കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ആരൊക്കെയാണ് ഇതിന്റെ മെയിൻ പേഴ്സണാലിറ്റീസ്, മെയിൻ പേഴ്സണാലിറ്റീസിനെ പറ്റി ജസ്റ്റ് ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ നോക്കുന്നത് വളരെയേറെ ഉപകാരം ചെയ്യും. പിന്നെ വുമൻ, ഓക്കെ, അക്കാമ ചെറിയനെ പറ്റി കഴിഞ്ഞ ചോദ്യം വന്നു. അപ്പോൾ അതിനെപ്പറ്റി ചെറുതായിട്ട് അന്ന ചാണ്ടി, മെയിൻ ആയിട്ടുള്ള വിമൻ പേഴ്സണാലിറ്റീസ്, അവരെന്തൊക്കെ സമൂഹത്തിന് എന്തൊക്കെ ചേഞ്ചുകളാണ് കൊണ്ടുവന്നത്, അവരുടെ കോൺട്രിബ്യൂഷൻസ് ടു ദ സൊസൈറ്റീസ് എന്തൊക്കെയാണ്, അത്തരം കാര്യങ്ങളിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അത്തരം കാര്യങ്ങൾ ചോദിക്കാനും പോകുന്നുള്ളൂ. ലീഡേഴ്സിനെ പറ്റിയിട്ട് നിങ്ങൾ ചോദിക്കുന്നത് കേളപ്പനെ പറ്റിയിട്ടാണ് കഴിഞ്ഞ ചോദിച്ചത്. അപ്പോൾ അത്തരം അവരുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ കോൺട്രിബ്യൂഷൻസ് ടു ദ സൊസൈറ്റി, അവരെഴുതിയ ബുക്സ് എന്തൊക്കെയാണ്, അവര് പാർട്ടിസിപ്പേറ്റ് ചെയ്ത റയറ്റോ അല്ലെങ്കിൽ റിവോൾട്ടോ അല്ലെങ്കിൽ സ്ട്രഗിൾസോ അല്ലെങ്കിൽ സ്ട്രൈക്കുകളോ, അതിനെപ്പറ്റി നിങ്ങൾ കുറച്ച് കൂടുതൽ പഠിക്കേണ്ടതാണ്. അവരുടെ ഇമ്പോർട്ടൻസ് ടു ദ സൊസൈറ്റി, ഇതിൽ ഏതെങ്കിലും വ്യക്തി എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യേണ്ടതാണ്. ഓക്കെ. പിന്നെ ലിറ്റററി ഫിഗേഴ്സ്, ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കറണ്ട് അഫയേഴ്സിൽ നിങ്ങൾ എൻവയൺമെന്റിനെ പറ്റി നോക്കണം. ISRO, DRDO തുടങ്ങിയ
റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്തൊക്കെയെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ട് എന്തെങ്കിലും കൊണ്ടുവന്നാൽ അത് നോക്കണം. നൊബൽ സമ്മാനങ്ങൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. സ്പോർട്സ് ചെറുതായിട്ടൊന്ന് നോക്കണം, എന്നാലും വലിയ ഫോക്കസ് നിങ്ങൾ കൊടുക്കണ്ട. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് കൊണ്ടുവന്ന നിയമങ്ങൾ, അതിനെപ്പറ്റി നിങ്ങൾ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കണം. അതിനെ പറ്റിയിട്ട് ജസ്റ്റ് നിങ്ങളൊന്ന് റെഫർ ചെയ്യേണ്ടതാണ്. ഇന്റർനാഷണൽ അവാർഡ്സോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കേണ്ടതാണ്. പിന്നെ അവാർഡ്സ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ് അവാർഡ്സ്, ലിറ്റററി അവാർഡ്സ് ലൈക്ക് ജ്ഞാനപീഠം അല്ലെങ്കിൽ മാൻ ബുക്കർ പ്രൈസ് അല്ലെങ്കിൽ നൊബേൽ പ്രൈസ്, ഇതിനെ പറ്റിയിട്ട് ആർക്കാണ് കിട്ടിയത്, എന്താണ് അവരുടെ കോൺട്രിബ്യൂഷൻസ്, ഏതൊക്കെ ബുക്സ് എഴുതിയത് ആരാണ്, അത്തരം ബുക്സുകൾ, അല്ലെങ്കിൽ ഫിലിം അവാർഡ്സ്, അതിനെ പറ്റിയിട്ട് ജസ്റ്റ് നിങ്ങളൊന്ന് റെഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ റീസെന്റ് ട്രെൻഡ്സ്, ബേസിക് ക്വസ്റ്റ്യൻസ് 40% ബേസിക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് 25, സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ടൈം കൺസ്യൂമിംഗ് ക്വസ്റ്റ്യൻസ് കാണത്തില്ല. വെരി വെരി ടഫ് ക്വസ്റ്റ്യൻസ് 25% ആയിരിക്കും. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു PSC എക്സാമിന് പോകുമ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ തവണ നമുക്ക് 19 മാർക്ക് സ്കോർ ചെയ്താൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റിലേക്ക് വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യത്തെ 10-15 ക്വസ്റ്റ്യൻസ് വളരെ ടഫാണെങ്കിൽ നിങ്ങൾ അവിടെ എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ അവിടെ സ്ട്രഗിൾ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ടെൻഷൻ അടിക്കാൻ പാടില്ല. ചിലപ്പോൾ ആദ്യത്തെ 20 ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ആദ്യത്തെ 30 ക്വസ്റ്റ്യൻസോ PSC ടഫായിട്ടിടും. 31 മുതൽ 51 വരെയുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആദ്യമേ നിങ്ങൾ എന്ത് ചെയ്യണം, മാർക്ക് ചെയ്ത് പെട്ടെന്ന് തന്നെ പോകേണ്ടതാണ്. ഒരു കാരണവശാലും ഡിഫിക്കൽട്ടി ലെവലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ അവസാനം അല്ലെങ്കിൽ പിന്നീട് അറ്റൻഡ് ചെയ്യോ. ഫസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഡയറക്റ്റ് ആയിട്ട് ഹിറ്റ് ചെയ്ത് പോകേണ്ടതാണ്. കഴിഞ്ഞ തവണ അങ്ങനെ അബദ്ധം പറ്റിയാണ് ഒരുപാട് കുട്ടികൾ. ആദ്യത്തെ 20 ക്വസ്റ്റ്യൻസ് 23 ക്വസ്റ്റ്യൻസ് വളരെ ടഫായിരുന്നു. അപ്പോൾ അത് നല്ലോണം പ്രിപ്പയർ ചെയ്യുന്ന വന്ന കുട്ടികൾ എന്ത് ചെയ്തു, ആദ്യത്തെ 23 ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ തന്നെ എന്ത് ചെയ്തു, ബുദ്ധിമുട്ടാണെന്ന് കരുതി അവരെ അങ്ങ് ആ എക്സാം അവിടെ വെച്ച് തന്നെ ഡിപ്രസ് ആയിപ്പോയി. പക്ഷേ 23 മുതൽ 33 വരെയും 63 മുതൽ 73 വരെയുള്ള 52 മുതൽ 62 വരെയുള്ള ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിരുന്നു, ആ 20 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആ 20 എളുപ്പമുള്ള ഈസിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യമേ ടാർഗറ്റ് ചെയ്യണം. ടാർഗറ്റ് ചെയ്ത് അവരെ നിങ്ങൾ തെറ്റിക്കാതെ ഇരിക്കണം. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പയ്യെ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് അറിഞ്ഞിടാത്ത ക്വസ്റ്റ്യൻസ് എങ്ങനെ പോയാലും ഈ ഒരു എക്സാമിന് 30 ക്വസ്റ്റ്യൻസ് നല്ല കട്ടി ക്വസ്റ്റ്യൻസ് ആയിരിക്കും, നല്ല ടഫായിട്ടുള്ള 30 ക്വസ്റ്റ്യൻസ് ആണ്. ഈ ടഫായിട്ടുള്ള 30 ക്വസ്റ്റ്യൻസ് സ്കോർ ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കത്തില്ല റാങ്ക് ലിസ്റ്റിൽ വരുന്നത്. പകരം 40, 20, 30 ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണും. ആ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തെറ്റാതെ ആരൊക്കെ ആയിരിക്കും അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്, അവരായിരിക്കും ഈ റാങ്ക് ലിസ്റ്റിൽ വരാനുള്ള സാധ്യത വളരെയേറെ കൂടുതൽ. പിന്നെ ടൈം കൺസ്യൂമിങ് നിങ്ങൾ പേടിക്കേണ്ട, ടൈം കൺസ്യൂമിങ് കുറച്ച് ടൈം കിട്ടും, എന്നാലും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഒരു 2 മിനിറ്റ് 3 മിനിറ്റിന്റെ അപ്പുറത്തേക്ക് ഒരു ക്വസ്റ്റ്യന് വേണ്ടി നിങ്ങൾ ചെലവാക്കരുത്. കാരണം ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക് മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ഒരു ക്വസ്റ്റ്യന് വേണ്ടി 5-6 മിനിറ്റ് സമയം നിങ്ങൾ കളയാൻ പാടുള്ളതല്ല. പിന്നെ നിങ്ങൾ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കുമ്പോൾ നിങ്ങൾ കൺസെപ്റ്റുകൾ പഠിക്കണം. ഇത് ഒരു ബൈഹാർട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള എക്സാം അല്ല. കൺസെപ്റ്റ് ആരൊക്കെ പഠിക്കുന്നോ അവർ വിജയിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് നന്നായിരിക്കും, റിവിഷനും നടത്തണം. നിങ്ങൾ എത്രത്തോളം റിവിഷൻ നടത്തുന്നുവോ അത്രത്തോളം നിങ്ങളെ ചാൻസസ് ഓഫ്, നിങ്ങൾ 10 കൺസെപ്റ്റ് പഠിച്ചിട്ട് റിവൈസ് ചെയ്യാതെ പോകുന്നതും 5 കൺസെപ്റ്റ് പഠിച്ചിട്ട് 10 തവണ റിവൈസ് ചെയ്തിട്ട് പോകുന്നതും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞു തരേണ്ടതില്ല. റിവൈസ് ചെയ്യാതെ പോകുന്നത് വലിയ മണ്ടത്തരമായിരിക്കും. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഓരോ ആഴ്ചയും ഓരോ ദിവസം പഠിക്കുന്ന കാര്യങ്ങൾ അവസാനം റിവൈസ് ചെയ്യുക. 3-4 ദിവസം കഴിയുമ്പോൾ വീണ്ടും കഴിഞ്ഞ കാര്യങ്ങൾ വീണ്ടും റിവൈസ് ചെയ്യുക. ഒരാഴ്ച പഠിച്ചിട്ട് വീണ്ടും റിവൈസ് ചെയ്യുക. പിന്നെ അടുത്തതായി നിങ്ങൾ ചെയ്യേണ്ടത് മോക്ക് ടെസ്റ്റ് ആണ്. മോക്ക് ടെസ്റ്റ് ചെയ്യാതെ ഒരു കുട്ടി പോലും പരീക്ഷയ്ക്ക് പോകരുത്. മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. റാങ്ക് ലിസ്റ്റിലേക്ക് വീഴുന്നതും പുറത്തേക്ക് പോകുന്നതും തമ്മിലുള്ള ഡിഫറൻസ് മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതിലായിരിക്കും. നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസുമായിട്ട് ഫെമിലിയർ ആയിരിക്കും. നിങ്ങൾക്ക് ഏത് സബ്ജക്ട് അല്ലെങ്കിൽ ഏത് ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടെന്നുള്ളതിനെ പറ്റി വ്യക്തമായ ധാരണ കിട്ടും. നിങ്ങൾക്ക് ടൈം മാനേജ്മെന്റ് കിട്ടും. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്കൊന്ന് ഓർഡർ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ PSC ആദ്യത്തെ 30 ക്വസ്റ്റ്യൻ ടഫായിട്ടിരുന്നു. നിങ്ങൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ അറിഞ്ഞൂടാ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ടഫ്, തേർഡ് ക്വസ്റ്റ്യൻ ടഫ്, ഫോർത്ത് ക്വസ്റ്റ്യൻ ടഫ്, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ടഫ്, സിക്സ്ത് ക്വസ്റ്റ്യൻ ടഫ്. അപ്പോൾ എന്ത് പറ്റും വെച്ചാൽ നിങ്ങൾ അങ്ങ് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എന്ത് ചെയ്യും, അയ്യോ ഞാൻ ഈ എക്സാമിൽ നിന്ന് പുറത്താവും എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോ. പക്ഷേ 31ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ 51ാമത്തെ ക്വസ്റ്റ്യൻ വരെ വളരെ സിമ്പിൾ ആയിരിക്കും. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റും.
അപ്പോൾ അങ്ങനെ അറ്റൻഡ് ചെയ്യുന്ന ഒരു കുട്ടി എന്ത് ചെയ്യും? തീർച്ചയായിട്ടും റാങ്ക് ലിസ്റ്റിൽ കയറാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ഇത്തരത്തിലുള്ള ടെൻഷൻസും ഇത്തരത്തിലുള്ള ഓർഡർ ചെയ്യാനുള്ള പറ്റുന്ന കഴിവ് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കഴിവ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ. പിന്നെ ഞാൻ റെഫറൻസ് ഒക്കെ ഞാൻ ആദ്യമേ പറഞ്ഞു. മാനേജ്മെന്റിന് LM പ്രസാദ് ആണ്. റിസർച്ച് മെത്തഡോളജിക്ക് കോത്താരിയുടെ ടെക്സ്റ്റ് ബുക്ക് ആണ്. അക്കൗണ്ടൻസി +1 +2 CBSE ടെക്സ്റ്റ് ബുക്ക് പഠിക്കുന്നതല്ലായിരിക്കും. അഡ്വാൻസ്ഡ് അക്കൗണ്ടൻസിക്ക് കല്യാണി പബ്ലിക്കേഷൻസിന്റെ ജെയിൻ സിമി അഗർവാൾ ടെക്സ്റ്റ് ബുക്ക് നോക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കോസ്റ്റ് അക്കൗണ്ടൻസിക്ക് അഡ്വാൻസ്ഡ് കോസ്റ്റ് അക്കൗണ്ടിങ് ജെയിൻ ആൻഡ് നരങ്ങിന്റെ ടെക്സ്റ്റ് ബുക്ക് പഠിക്കുന്നതായിരിക്കും നല്ലത്. ടാക്സിന് മെൽഹോത്രയാണ് കുറച്ചുകൂടെ നല്ലത്, MCOM ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, ഇതൊക്കെ ഞാൻ നേരത്തെ റെഫറൻസിൽ പറഞ്ഞു തന്നതാണ്. ഒന്നുകൂടെ നിങ്ങൾ ഇതൊന്ന് ജസ്റ്റ് നിങ്ങളെ മനസ്സിലൊന്ന് വെക്കേണ്ടതാണ്. ഓക്കെ. ഇന്ത്യൻ ഫിനാൻഷ്യൽ മാർക്കറ്റിന് ഗോർഡൻ ആൻഡ് നടരാജനാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. സ്റ്റിക്ക് ടു ദ സിലബസ്. സിലബസിൽ പഠിക്കുന്നത് മാത്രം നിങ്ങൾ ഇത്തരം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്ത് പഠിച്ചാൽ മതിയാവും. ചവറ് പോലെ പഠിക്കാൻ നിൽക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? പിന്നെ റിവൈസ് ചെയ്യണം. ഒരു തവണ റിവൈസ് ചെയ്താൽ പോരാ, മൾട്ടിപ്പിൾ ടൈംസ് റിവൈസ് ചെയ്യേണ്ടതുമാണ്. മോക്ക് ടെസ്റ്റ് ചെയ്യേണ്ടതുമാണ്. പ്ലാൻ വെൽ, ഷോർട്ടർ സ്റ്റഡി, ടൈം മാനേജ്മെന്റ് ചൂസ്. ഓക്കെ, നിങ്ങൾ ആദ്യമേ നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ വീക്ക് ഏരിയാസ് ഏതാണ്, സ്ട്രോങ് ഏരിയാസ് ഏതാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങളൊന്ന് നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി അനുസരിച്ചിരിക്കും. ചിലർക്ക് ടാക്സ് എളുപ്പമായിരിക്കും, പിന്നെ മാനേജ്മെന്റ് പാടായിരിക്കും, മാനേജ്മെന്റ് എളുപ്പമായിരിക്കും ടാക്സ്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യണം. ടൈം മാനേജ്മെന്റ്, ഒരു ദിവസം മിനിമം 4 മുതൽ 5 മണിക്കൂർ വരെയെങ്കിലും നിങ്ങൾ ഇതിനെ ഡിനോട്ട് ചെയ്തിരിക്കേണ്ടതാണ്. ഷോർട്ടർ ഒരു 45 മിനിറ്റ് മാത്രം പഠിച്ചാൽ മതിയാവും. അല്ലെങ്കിൽ ഒരു 35 മിനിറ്റ് പഠിച്ചിട്ട് ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. മോക്ക് പേപ്പേഴ്സ് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ 10 വർഷത്തെ നെറ്റിന്റെയും 10 വർഷത്തെ കോളേജിയൽ എക്സാമിന്റെയും 10 വർഷത്തെ HSST കൊമേഴ്സിന്റെയും മോക്ക് പേപ്പേഴ്സ് എടുത്തു വെച്ചിട്ട് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഗോയിങ് ടു ഗീവ് യു എ വെരി ഗുഡ് അഡ്വാൻറ്റേജ്. നല്ലൊരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് അത് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ മോക്ക് പേപ്പേഴ്സ് മാത്രം ഒരു പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു 30 മുതൽ 40% വരെ റാങ്ക് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ദ ഫാദർ ഓഫ് ഓപ്പറേഷണൽ മാനേജ്മെന്റ് ഈസ് FW ടൈലർ, ഹെൻറി ഫയൽ, റോബർട്ട് ഓവൻ അല്ലെങ്കിൽ ഡഗ്ലാസ് മാഗ്രിഗോ. ഇങ്ങനെ വരുമ്പോൾ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ മോക്ക് ടെസ്റ്റിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത്, ഇതിന്റെ ആൻസർ നിങ്ങൾക്കറിയാം, ഹെൻറി ഫയൽ. അങ്ങനെ പഠിക്കാതെ മറ്റുള്ള തെറ്റായിട്ടുള്ള 3 ഓപ്ഷൻസ് നിങ്ങൾ പഠിക്കുന്നത് വളരെയേറെ ഗുണം ചെയ്യും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇതിന്റെ ഓപ്പറേഷൻ മാനേജ്മെന്റിന്റെ ഫാദർ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഹെൻറി ഫയൽ ആണ് നിങ്ങൾക്കറിയാം. എന്നിട്ട് നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മോക്ക് ടെസ്റ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ FW ടൈലർ കൊണ്ടുവന്ന സയന്റിഫിക് മാനേജ്മെന്റ് ആണ്. അതുപോലെ തന്നെ റോബർട്ട് ഓവൻ എന്താണ് കൊണ്ടുവന്നത്? പേഴ്സണൽ മാനേജ്മെന്റ് ആണ് അദ്ദേഹം കൊണ്ടുവന്നത്. ചെസ്റ്റർ ബർണാഡ് ഫങ്ഷൻസ് ഓഫ് ദ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് കൊണ്ടുവന്നത്. ഡഗ്ലസ് മാഗ്രിഗോ അദ്ദേഹം കൊണ്ടുവന്നത് തിയറി എക്സും തിയറി വൈയും. അപ്പോൾ എന്ത് ചെയ്യണം? ഇത്തരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ഓപ്ഷൻ മാത്രം പഠിച്ചാൽ പോരാ, തെറ്റായിട്ടുള്ള 3 ഓപ്ഷൻസ് ഉണ്ടല്ലോ, അതെന്തൊക്കെയാണെന്നും കൂടെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ റാങ്ക് ലിസ്റ്റിൽ വരാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. ഞാൻ എങ്ങനെയാണ് ഈ റാങ്ക് ലിസ്റ്റിൽ ഒക്കെ മിക്കതിലും പെടുന്നത്? കാരണം മറ്റുള്ള ഓപ്ഷൻസും കൂടെ പഠിക്കുന്നത് വളരെയേറെ ഗുണം ചെയ്യും. അത് വളരെയേറെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? വളരെയേറെ നിങ്ങൾക്ക് ഗുണം ചെയ്യും. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജിയും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? അഡോപ്റ്റ് ചെയ്യേണ്ടത്. ഇന്നത്തെ കാലത്ത് ഒരു കോമ്പറ്റേറ്റീവ് ടെസ്റ്റ് ജയിക്കണമെങ്കിൽ നിങ്ങൾ ഹാർഡ് വർക്ക് മാത്രം പോരാ, നിങ്ങൾ സ്മാർട്ട് വർക്ക് ആയിരിക്കണം. സ്മാർട്ടായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാൻ പറ്റണം. സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ഇന്നത്തെ കോമ്പറ്റേറ്റീവ് എക്സാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ജയിക്കാൻ പറ്റൂ. ഹാർഡ് വർക്ക് മാത്രം പോരാ, സ്റ്റിക്ക് ടു ദ സിലബസ്. ഫസ്റ്റ് വൺ, സിലബസ് നിങ്ങൾ പേപ്പറിൽ എഴുതുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത് മോക്ക് പേപ്പേഴ്സ് ചെയ്യണം. മൂന്നാമത് നിങ്ങൾ ഓരോ സബ്ജക്റ്റ് എടുത്തിട്ട് അതിന്റെ അകത്തുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഓക്കെ, ഈ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്കറിയാം. കീപ് ഹാൻഡ് റിട്ടൺ നോട്ട്സ്, കീപ് എ പാരലൽ ഷോർട്ട് നോട്ട്സ്, റിവൈസ് യുവർ സ്റ്റഡി, അറ്റൻഡ് മോക്ക് ടെസ്റ്റ് ആൻഡ് പ്രാക്ടീസ്. ഓക്കെ, അത്തരം കാര്യങ്ങളും കൂടി നിങ്ങൾ എന്ത് ചെയ്യേണ്ടതാണ്? ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി ഡൗട്ടോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ ചോദിക്കാൻ? ഹലോ, ഈ സെഷൻ നിങ്ങൾക്ക് ഉപകാരം ചെയ്തോ? ആരെങ്കിലും ഒന്ന് ഓപ്പൺ ചെയ്തൊന്ന് പറഞ്ഞേ. ഹലോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ? ആർക്കും ഡൗട്ട്സ് ഒന്നുമില്ല. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യായിരുന്നു സർ. ആർക്കും ഡൗട്ട്സ് ഇല്ലേ? ഇല്ല സർ, ക്ലിയർ ആണ്. എല്ലാ കാര്യങ്ങളും ഓക്കെ ആണ്. സാറിന്റെ ഈ ഒരു സെക്ഷന് നല്ല രീതിയിൽ തന്നെ സാർ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് എന്താണെന്നുള്ള ഒരു ചെറിയ രീതിയിൽ ഒരു ഐഡിയ കിട്ടി.
അപ്പം അത് വെച്ചിട്ട് നമുക്ക് ഇനി ക്ലാസ്, എന്റെ പേര് ഫിജ്ന എന്നാണ്, ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വിട്ടുപോയി. ഓക്കെ, അപ്പം സാറിന്റെ എല്ലാ ടോപ്പിക്സും, ഞാനിപ്പം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് HSSG കോമേഴ്സ് ജസ്റ്റ് മിസ്സായി പോയി, എഴുതാൻ പറ്റിയില്ല. അപ്പം ഈ ഒരു ടൈം നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് അറ്റൻഡ് ചെയ്യണം എന്നാണ്. അപ്പം ഇപ്പൊ സാറിന്റെ ഈ ഒരു ചെറിയൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ എല്ലാ സബ്ജക്റ്റിനെ കുറിച്ച്, അപ്പൊ എവിടെയൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നൊക്കെ എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ കിട്ടി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. ഓക്കെ, ബാക്കിയുള്ള കുട്ടികളോട് ഒന്ന് ഫീഡ്ബാക്ക് പറഞ്ഞ് ഞാൻ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും സജഷൻസും കൂടെ നിങ്ങളൊന്ന് പറഞ്ഞേ. രണ്ട് സ്റ്റുഡൻസും കൂടെ ഒന്ന് പറഞ്ഞേ, എനിക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണോ, അല്ലെങ്കിൽ ഈ സെഷൻ നിങ്ങൾക്ക് ഉപകാരം ചെയ്തോ എന്നുള്ള. ഞാൻ ഈ സ്ട്രാറ്റജിയാണ് അഡോപ്റ്റ് ചെയ്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ കൊള്ളാമായിരുന്നു. ഹലോ ഓക്കെ, സർ. ഹലോ, പറഞ്ഞോളൂ. കേൾക്കാൻ കഴിയുന്നുണ്ടോ? പറഞ്ഞോളൂ മാഡം. സർ, ഞാൻ PG നെറ്റാണ് എനിക്കുള്ളത്. അപ്പം സർ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിരുന്നു B.Ed നിർബന്ധമാണെന്നുള്ളത്. അപ്പം മുമ്പത്തെ നോട്ടിഫിക്കേഷൻ ഞാൻ കണ്ടിരുന്നു. എനിക്ക് അതിൽ അപ്ലൈ ചെയ്യാനൊന്നും കഴിഞ്ഞില്ലായിരുന്നു. പിന്നെ PG കഴിഞ്ഞിട്ടില്ല, സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടിയിട്ടില്ല, അങ്ങനെയായിരുന്നു. അപ്പം അന്നത്തെ നോട്ടിഫിക്കേഷനിൽ തരാമോ സാറെ? എനിക്ക് അപ്ലൈ സാർ പറഞ്ഞില്ലേ? മാമിന് B.Ed ഉണ്ടോ? മാമിന് B.Ed ഉണ്ടോ? സെറ്റും B.Ed ഉണ്ടോ മാം? ഇല്ല. സെറ്റും B.Ed നെക്സ്റ്റ് ആണ് ഉള്ളത്. അത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല മാം. അത് നമുക്ക് ഇതില് ഇല്ല. സെറ്റും B.Ed നിർബന്ധമായിട്ടും മാം. നെറ്റ് കോളേജിയറ്റ് എക്സാമിന്, പക്ഷേ നെറ്റ് കോളേജിയറ്റ് എക്സാം, ദാറ്റ് മീൻസ് കോളേജസിലേക്ക് മാമിന് അപ്ലൈ ചെയ്യാം. PSC വിളിച്ചു കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അല്ല, അപ്പം ഇങ്ങനെ അഡ്വർടൈസ്മെന്റ്സുകളൊക്കെ നമ്മൾ നോട്ടിഫിക്കേഷനിൽ എക്സാംസുകൾ ഏതെങ്കിലും ഒന്ന് സെറ്റ് അല്ലെങ്കിൽ നെറ്റ് മതി എന്നുള്ളത് കണ്ടിരുന്നു. അപ്പൊ അതൊരു ഡൗട്ടായിട്ട് നിന്നിരുന്നു, അതാ ചോദിച്ചത് സാർ. ഓക്കെ. എന്നാലും മാഡം ഒന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്തേരെ. കാരണം കഴിഞ്ഞ തവണ എനിക്ക് നെറ്റും സെറ്റും ഉണ്ടായിരുന്നു, MPhil ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ട് പോലും എനിക്ക് B.Ed ഇല്ലാത്തതിന്റെ പേരിൽ എനിക്ക് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനിൽ ഇതേ സെയിം എക്സാമിലെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് തന്നെ ഔട്ടാക്കിയതാണ്. എനിക്ക് മാത്രമല്ല, എല്ലാ കുട്ടികളും, ഒരു 10 എനിക്കറിയാവുന്ന ഒരു 8 കുട്ടികളോളം ഉണ്ടായിരുന്നു. അവരും വെളിയിൽ പോയതാണ്. അപ്പോൾ മാഡത്തിന് എന്തായാലും സെറ്റ് എന്തായാലും വേണം, B.Ed വേണം. അപ്പോൾ എന്തായാലും മാഡത്തിന് എഴുതാൻ പറ്റില്ലെന്നാണ് എന്റെ ഊഹം ശരിയാണെങ്കിൽ മാഡത്തിന് എഴുതാൻ പറ്റില്ല. സർ, ഒരു കാര്യം പറയട്ടെ, അതില് ഏറ്റവും ഹയർ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നെറ്റ് ആണ്. നെറ്റ് ഓർ സെറ്റ് മതി. B.Ed മസ്റ്റ് ആണ്. നെറ്റോ അല്ലെങ്കിൽ സെറ്റ്, ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടായാൽ മതി. ഓക്കെ. പക്ഷെ മാഡത്തിന് B.Ed ഇല്ലെന്നല്ലേ പറയുന്നത്? അത് പറ്റില്ല, B.Ed മസ്റ്റ് ആണ്. കാരണം ഞാൻ അന്ന് B.Ed ഇല്ലായിരുന്നു, MPhil ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ മറ്റേ റാങ്ക് ലിസ്റ്റിൽ വീണു. അപ്പോൾ അവര് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ വിളിച്ചപ്പോൾ എല്ലാ കുട്ടികളും, ഞാൻ മാത്രമല്ല, എന്നെ പോലെയുള്ള 8 കുട്ടികളോളം ഉണ്ടായിരുന്നു, അവരെല്ലാരും ഔട്ടാക്കി. അത് B.Ed ഇല്ലാത്തത് കൊണ്ടായിരിക്കും സർ റിജക്ട് ആയി പോയത്. അതെ. അല്ല, അത് തന്നെയാണ് കാര്യം. അവര് പറയുകയും ചെയ്തു. ഓക്കെ. എയ്ഡഡ് കോളേജിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. എയ്ഡഡ് സ്കൂളിലും B.Ed ഇല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം NSSൽ ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ അവരും ഈ പ്രശ്നം പറഞ്ഞു. അപ്പോൾ പിന്നെ എയ്ഡഡ് ആൻഡ് ഗവൺമെന്റിന്റെയും സെയിം ക്വാളിഫിക്കേഷൻ ആണ്. അപ്പോൾ പിന്നെ നോക്കണ്ട. ഓക്കെ സാർ, ക്ലിയർ ആയി. എനിക്ക് ക്ലിയർ ആയിട്ട്. ഓക്കെ, താങ്ക് യു സർ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സർ, നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇപ്പൊ ഓവറോൾ ഐഡിയ അല്ലേ, ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് അല്ലേ കൊടുക്കുന്നത്. നമുക്കിപ്പോ ഞാനിതിന് മുന്നേ HSST എഴുതിയതാണ്, കോളേജിയേറ്റ് എഴുതിയിട്ടുള്ളതാണ്. അവിടെ എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ പോലെ സ്റ്റിക്ക് ഓൺ ചെയ്ത് പഠിച്ചിട്ടില്ലാത്തത് കൊണ്ടായിരിക്കാം മേ ബി വന്നിട്ടില്ല, റാങ്ക് ലിസ്റ്റ് ഇതിലൊന്നും കയറാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ആരെയും മുഖത്ത് ഇത് പറയല്ല, പേടിപ്പിക്കുകയല്ല. നിങ്ങളൊരു 4 മുതൽ 5 മണിക്കൂർ വരെ സീരിയസ് ആയിട്ട് ലേൺ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് ഒരു റാങ്ക് ലിസ്റ്റിലും നിങ്ങൾക്ക് കയറാൻ പറ്റില്ല. ഇറ്റ്സ് വെരി സാറ് പറഞ്ഞതുപോലെ ലേണിംഗ് മാത്രം പോരാ, ആ ഒരു സ്റ്റഡി ടിപ്സ് തന്നെ വേണം. മോക്ക് ടെസ്റ്റും റിവൈസ് ചെയ്യണം. അതൊക്കെ ചെയ്താൽ തന്നെ കയറാൻ പറ്റില്ല. അതൊക്കെ ഒരു ഐഡിയ കിട്ടി എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. ഇനി ക്ലാസ്സുകളാണ് എങ്ങനെയൊക്കെയെന്ന് അറിയേണ്ടത്. സാർ ഏത് സബ്ജക്ട് എടുക്കുന്നത്? ഞാൻ ബിസിനസ് മാനേജ്മെന്റ് റിസർച്ച് ഒക്കെ ആയിരിക്കും. ഇത് രണ്ടുമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞെന്ന് തോന്നുന്നു. ബാക്കി നമുക്ക് നോക്കാം. പക്ഷേ അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക്. കാരണം ഇപ്പോഴത്തെ എക്സാംസ് എന്ന് പറഞ്ഞാൽ
എല്ലാം വളരെ വളരെ ടഫാണ്. നമുക്ക് മാഡത്തിന് അറിയാം കൊളീജിയേറ്റ് എക്സാം ഒക്കെ എന്ത് ടഫായിരുന്നു എന്നുള്ളത്. ഓക്കെ, എനിക്കതിന് കിട്ടിയ മാർക്ക് 24ആയിരുന്നു, 31ആയിരുന്നു ഫസ്റ്റ് കിട്ടിയ ഒരു കുട്ടിയുടെ മാർക്ക്. അപ്പം അത്രയും അല്ല 48ആയിരുന്നു തോന്നുന്നു, 40-42. അപ്പോൾ അത്രയും ടൈറ്റ് ആണ്. റാങ്ക് ലിസ്റ്റിൽ വന്നതാണ്, പക്ഷെ ഞാൻ പറയുന്ന അത്രയും ടൈറ്റ് ആണ്. എക്സാംസ് ഒക്കെ വളരെ വളരെ ടൈറ്റ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഫസ്റ്റ് ഒരു 100ലെങ്കിലും കയറാൻ പറ്റൂ. 100ലെങ്കിലും കയറിയാലേ ജോലി സാധ്യതയുള്ളൂ. അപ്പോൾ വളരെ ടൈറ്റ് ആണ്. നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. എഫേർട്ട് നല്ല രീതിയിൽ ഇടണം. നല്ല രീതിയിൽ ഇട്ടാൽ മാത്രമേ ഇതൊക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കിയൊക്കെ എന്ത് ചെയ്യണം, സെൽഫ് സ്റ്റഡിയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ സ്റ്റിക്ക് ടു ദ സിലബസ്, അത് നമ്മൾ ഒരു കാരണവശാലും വിട്ടുപോയത്. സിലബസ് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ടതാണ്. ഒരു കാരണവശാലും ഔട്ട്സൈഡിലേക്ക് പോകാനേ പറ്റില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇനിയിപ്പം ഇന്റർനാഷണൽ ബിസിനസ് അത് പഠിക്കേണ്ട കാര്യമില്ല, സിലബസിൽ ഇല്ല. അപ്പൊ പിന്നെ അത് പഠിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ? വേറെ ഡൗട്ട്സ് ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം സർ. അപ്പം ആണസ് അക്കാഡമി എപ്പോഴും നമ്മൾ മോക്ക് ടെസ്റ്റുകൾക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെ നല്ല രീതിയിൽ സ്ട്രെസ് കൊടുത്താണ് നമ്മളൊരു കോഴ്സ് എങ്ങനെയാണെങ്കിലും ഡെവലപ്പ് ചെയ്യുള്ളൂ. അപ്പൊ ആ കാര്യത്തിൽ നമുക്ക് ഫുൾ ഗ്യാരണ്ടി പറയാം. എല്ലാ ടോപ്പിക്സും നമ്മൾ കറക്റ്റ് ആയിട്ട് കവർ ചെയ്യും. കൂടാതെ നല്ല രീതിയിൽ മോക്ക് ടെസ്റ്റുകളും ഉണ്ടാവും. ഓക്കെ, വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം സർ. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു വെരി മച്ച്. Thank you so much, sir. Thank you, everyone. Okay, thank you.